തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ട് ചൊൽത്തോഴാ നീ സശ്രദ്ധമിതിലേ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴാ. മഞ്ഞുപോലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമെൻ തോഴാ രഞ്ജിത വചനം ഭഞ്ജിതമാകാ ഫലം പൊഴിക്കും തോഴാ. പൊന്നും വസ്ത്രങ്ങളും മിന്നും രത്നങ്ങളും ഇതിനു സമമോ തോഴാ എന്നും പുതുബലമരുളും അതിശോഭ കലരും ഗതി തരുമന്യൂനം. തേനോടു തേൻ കൂടതിലെ നൽതെളിതേ ഇതിനു സമമോ തോഴാ ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റാൻ വഴി പറയും തോഴാ. సాని సరి సరి గారి గమ సని దవ మగరి సరి గమ పా పద పా మ ప మ గ మ గ గ మ పా సరి రి గ మ పా
സനിത പഗമപ നിഗമ നിസരി സരിഗ നിസരി നിസരി സരിഗ സരിഗ നിഗമ നിഗമ ഗമപ മദ പഗ പമരി മദ സഗരി നിസനി സനി പനി സനി സരി സഗരി ഗമപ നിസരി സനി സ സരി രി സരി രി രി ഗമ രി ഗ ഗ പ പ സനി പ പ പ സദ പ മദ പ സദ പ മദ ധ മദരി മദരി സരി സരി മധുരം വേദമല്ലാതിന്നേതുണ്ട് ചൊല്ലുപോരാ നീ സശ്രദ്ധമിതിലേ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകയും പോരാ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. കർത്താവിനെ സ്നേഹിച്ച് തൻ്റെ വചനത്തെ സ്നേഹിച്ച് ഇല്ലിവളവ് സഭയുടെ ക്ഷണത്തെ മാനിച്ച് ഈ യോഗത്തിൽ സംബന്ധിക്കുവാൻ വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ലൈവ് ടെലികാസ്റ്റിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ, തൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം നൽകിയതോർത്ത് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തെ സ്തുതിക്കുന്നു. കട്ടില് ചെറുതാന്നേലും കാല് നാലും വേണമെന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. മുറ്റത്തെ കൺവെൻഷൻ ആണേലും ഏകദിന മീറ്റിംഗ് ആണേലും ത്രിദിന മീറ്റിംഗ് ആണേലും ഒരുപാട് ബന്ധപ്പാടുകളുണ്ട്. ഇന്നേ ദിവസം ഇങ്ങനെ ഇവിടെ ഒരു സുവിശേഷ യോഗം നടക്കണമെന്നുള്ളത് ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പാണ് തീരുമാനമായത്. അതിനുശേഷം ബേബിച്ചായനും കുടുംബവും വളരെ അത്യധ്വാനം ഇങ്ങനെ ഒരു യോഗം ക്രമീകരിക്കുന്നതിന് വേണ്ടി അവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ വീട്ടിലെ ഗൃഹനാഥനായിരിക്കുന്ന കുഞ്ഞച്ചായൻ ഇല്ലിവളവ് സഭയിലെ ഒരംഗമാണ്. അദ്ദേഹവും തന്നാലാവുന്നോളം ഇതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകനും സുഹൃത്തുമായ സുവിശേഷകൻ മനോജ് ജോസഫ് ചെമ്മരപ്പള്ളിയും വളരെ അത്യധ്വാനം ഇതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനാ സഹകാരികളായിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ട്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. വെരി സീരിയസ് നെഗ്ലിജൻസ്, വളരെ ഗുരുതരമായ അവഗണന എന്ന വിഷയത്തെ ആധാരമാക്കി 4 വിധത്തിലുള്ള അവഗണനകൾ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വിശദീകരിക്കാതെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ഈ രാത്രിയിൽ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനാധാരമായി യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 47 വരെയുള്ള 10 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. 47 വരെ. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവൻ ഉണ്ട്, നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന മോശെ തന്നെ. നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുന്നതിന്റെ ഉദ്ദേശം 20-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും
അങ്ങനെ വിശ്വസിക്കുക നിമിത്തം അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം POC ബൈബിൾ പരിശോധിച്ചാൽ ആ ബൈബിളിന്റെ ആമുഖ പേജുകളുടെ ഒടുവിൽ എന്തിനാണ് ബൈബിൾ എഴുതിയിരിക്കുന്നതെന്ന് ഒരു ചോദ്യവും അതിനുള്ള മറുപടിയുമായിട്ട് ഇതേ വാക്യമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശവും ബൈബിൾ മൊത്തത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ ഉദ്ദേശവും എന്ന് പറയുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് മനുഷ്യൻ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുക വഴി ജീവൻ ഉണ്ടാകും. ഇതിനു വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഇനിയും നാം വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ 5-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി എന്നാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു യഹൂദനായിരുന്നു. തനിക്ക് ധാരാളം ശിഷ്യഗണമുണ്ടായിരുന്നു. ഒരു രാത്രി മുഴുവൻ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിനുമായിട്ട് ആ ശിഷ്യന്മാരുടെ ഗണത്തിൽ നിന്ന് കേവലം 12 പേരെ കർത്താവ് തെരഞ്ഞെടുത്തു. അവരും യഹൂദന്മാരായിരുന്നു. അതിലൊരാളാണ് ഈ യോഹന്നാൻ അപ്പോസ്തലൻ. കർത്താവിന്റെ മാറിനോട് ചേർന്ന് കർത്താവ് വളരെയധികം സ്നേഹിച്ച ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. അപ്പോൾ ഒരു യഹൂദ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കെ അദ്ദേഹം പറയുകയാണ്, യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട്. എന്തുകൊണ്ടാണ് യഹൂദന്മാരുടെ ഉത്സവം എന്ന് യോഹന്നാൻ പറഞ്ഞത്? 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലും യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിലും ഇത് തന്നെ വായിക്കുന്നുണ്ട്. 11-ാമത്തെ അധ്യായത്തിലും വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് വൺ എമംഗ് ദം, ഞാൻ യഹൂദന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളല്ല. മുമ്പേ ആയിരുന്നു, ഇപ്പോഴല്ല. കർത്താവ് ഈ പ്രസ്താവനകൾ പറയുന്ന സമയത്ത് യോഹന്നാൻ യഹൂദനായിരുന്നു, കർത്താവിന്റെ ശിഷ്യനുമായിരുന്നു. എന്നാൽ യോഹന്നാൻ സുവിശേഷം എഴുതുന്നത് AD 80-90 കാലഘട്ടങ്ങളിലാണ്. അത് എഴുതുന്ന സമയത്ത് മുമ്പ് നടന്ന സംഭവം നരേറ്റ് ചെയ്യുകയാണ്. ഇത് ക്രമത്തിൽ എഴുതിയിട്ടുമില്ല. മത്തായിയും മർക്കോസും ലൂക്കോസും രേഖപ്പെടുത്താത്ത കുറെ കാര്യങ്ങൾ, അതായിരുന്നു യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ. അതിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ആവർത്തിക്കാതെ എഴുതാനാണ് യോഹന്നാൻ ശ്രദ്ധിച്ചത്. അധ്യായം ആരംഭിക്കുന്നത് തന്നെ ക്രിസ്തുവിന്റെ പൂർവാസ്തിക്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ തന്റെ തൂലിക ചലിപ്പിക്കുന്നത് പോലും. അങ്ങനെ ഇവിടെ ഞാൻ യഹൂദന്മാരുടെ കൂട്ടത്തിൽ ഉള്ള ആളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. ഞാൻ എന്തിനാ ഇതിപ്പോൾ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, പിന്നീടുള്ള കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ അതിന് വിശദീകരണം ഞാൻ നൽകുന്നതാണ്. എന്നാൽ ഈ ചിന്ത നമ്മുടെ മനസ്സിലിരിക്കണം. ഇനിയും ഈ പശ്ചാത്തലം, ഈ സംഭാഷണത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ പെസഹ പെരുന്നാളിൽ 38 വർഷം രോഗിയായി കിടന്ന ഒരു വ്യക്തിയെ കർത്താവായ യേശു ക്രിസ്തു സൗഖ്യമാക്കി. അവന് എഴുന്നേറ്റ് നടക്കാൻ കഴിവില്ല. ആരെങ്കിലും അവന് മുമ്പേ വെള്ളത്തിലിറങ്ങി സൗഖ്യം പ്രാപിച്ചു പോവുകയാണ്. ആരും അവനെ കൊണ്ടുപോയി സൗഖ്യപ്പെടുത്തുവാനായിട്ട് ആരും ഇല്ല. ആ സമയത്ത് കർത്താവ് അവനെ കാണുകയും അവനെ സൗഖ്യമാക്കുകയും കിടക്ക എടുത്ത് നടക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അവൻ നടന്നു. 38 വർഷമായി അവനെ പരിചയമുള്ള യഹൂദന്മാർ ചോദിച്ചു, നിനക്ക് എങ്ങനെയാ സൗഖ്യം കിട്ടിയത്? പിന്നീട് അവൻ യേശുവിനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ യേശുവാണത് ചെയ്തതെന്ന് മനസ്സിലാക്കി അവൻ യഹൂദ പ്രമാണിമാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, യേശുവ എന്നെ സൗഖ്യമാക്കിയത്. ശബത്തിൽ ഈ പരിപാടി ചെയ്യരുത് എന്ന് പറഞ്ഞ് കർത്താവിനെ അവർ ഉപദ്രവിച്ചു. അങ്ങനെ ഉപദ്രവിച്ച യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞ ഏതാനും ചില കാര്യങ്ങളാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നെഗ്ലക്റ്റിംഗ് ദി ഇറ്റേണൽ ലൈഫ്. നിത്യജീവനെ അവർ അവഗണിക്കുന്നു. ഞാൻ പറഞ്ഞു, 4 ഗൗരവമായ അവഗണനകളാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നെഗ്ലക്റ്റിംഗ് ദി ഇറ്റേണൽ ലൈഫ്. നിത്യജീവനെ ഇവർ അവഗണിക്കുന്നു. അവർ പോസിറ്റീവായ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? അവർ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്. ഇന്ന് സുപരിചിതമായ ഒരു വാക്കാണ് സെർച്ച്. എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, ഗൂഗിൾ ഉണ്ട്. ചുമ്മാ സെർച്ച് ചെയ്താൽ മതി.
ഒരുപാട് ആപ്പുകളുണ്ട്, എല്ലാത്തിലും സെർച്ച് ചെയ്യാം. എന്തിനു വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത് അത് ടൈപ്പ് ചെയ്താൽ മതി, ഒരു ഉത്തരവെങ്കിലും ഗൂഗിളിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇവിടെ യഹൂദന്മാർ അവർ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നു. എന്താ അവർക്കുള്ള പ്രത്യേകത? റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹൂദൻ എന്ത് വിശേഷത ഉണ്ട്? ധാരാളമുണ്ട്. ഒന്നാമത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ. അതേ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ ഇസ്രായേല്യർ പുത്രത്വവും നിയമങ്ങളും ആരാധനയും യാഗവും പ്രമാണങ്ങളും എല്ലാം അവർക്കുള്ളത്. അപ്പൊ ഈ പുസ്തകത്തിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് അവരാണ്. അവര് തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നവരാണ്. എല്ലാ വാക്യങ്ങളും എടുത്തു വായിക്കാൻ സമയമില്ലെങ്കിലും ചില വാക്യങ്ങൾ, സുപരിചിതമല്ലാത്ത ചില വാക്യങ്ങൾ നാം അത് എടുത്തു വായിക്കും. 147-ാം സങ്കീർത്തനത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. 147-ാം സങ്കീർത്തനം 19ഉം 20ഉം വാക്യങ്ങൾ. അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. അവന്റെ വിധികളെ മതി. അവൻ യാക്കോബിന് തന്റെ ചട്ടങ്ങൾ, ഇസ്രായേലിന് തന്റെ വിധികളും കൊടുത്തിരിക്കുന്നു. അങ്ങനെ വേറെ ഒരു ജാതിക്കും ദൈവം കൊടുത്തിട്ടില്ല. ഇവിടെ സംശയത്തിന് ഒരു കാര്യമുണ്ട്. കാര്യമെന്ന് പറയുന്നത് ഇതാണ്: ദൈവം സർവശക്തനാണ്, ദൈവം സർവവ്യാപിയാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സൃഷ്ടാവാണ്, ദൈവം സ്നേഹിക്കുന്നവനാണ്. ഈ കാര്യങ്ങളൊക്കെ പല പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം ദൈവവചനമാകുമോ? ഇതാ ചോദ്യം. ബൈബിളിന്റെ മറുപടി ഇതാണ്: അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ദൈവം വേറെ ഒരു ജാതിക്കും നൽകിയിട്ടില്ല. അപ്പോൾ വേറെ കുറെ പുസ്തകങ്ങളിൽ ദൈവത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ടോ, ദൈവത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ടോ അത് ദൈവവചനമാകുന്നില്ല. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ദൈവം കൊടുക്കുമ്പോഴാണ് അത് ദൈവവചനമാകുന്നത്. അങ്ങനെ കൊടുത്ത, ലഭിച്ച, സ്വീകരിച്ച ഒരു വിഭാഗമാണ് ഈ യഹൂദന്മാർ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇന്നും ബുക്ക് ഷോപ്പുകളിൽ അത് അവൈലബിൾ ആണ്, അതിന്റെ കോപ്പികൾ. മഹാത്മാഗാന്ധിയെക്കുറിച്ച് തന്റെ ജനനം മുതൽ മരണം വരെയുള്ള ചരിത്രം ഒരുപാട് പുസ്തകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെല്ലാം ക്രോഡീകരിച്ച് ഞാൻ അതിന്റെ പുറത്ത് പഠിച്ചതിന് ശേഷം ഒരു പുസ്തകം എഴുതുകയാണ്. മഹാത്മാഗാന്ധി എന്ന പേരും കൊടുത്ത് ഒരു പുസ്തകം എഴുതിയാൽ അത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാകുമോ? അതിലെഴുതിയിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്തും ഉണ്ടെന്നേ. അതുകൊണ്ട് ഇത് ആത്മകഥയാകുമോ? മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാകുമോ? ഞാൻ എഴുതിയത് കൊണ്ടാകുമോ? വേറെ ആരെങ്കിലും എഴുതിയത് കൊണ്ടാകുമോ? ഇല്ല, അത് ഗാന്ധി തന്നെ എഴുതണം. ഇതുപോലെ ദൈവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മറ്റു പല പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എന്തല്ല, ദൈവവചനമാകത്തില്ല. ദൈവത്തെക്കുറിച്ച് ദൈവം തന്നെ പറയണം. അങ്ങനെ ദൈവം അരുളപ്പാട് കൊടുത്തിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് യഹൂദ ജനം എന്ന് പറയുന്നത്. അവർ തിരുവെഴുത്തുകൾ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. തിരുവെഴുത്തുകൾ. അപ്പോൾ തന്നെ അതിനകത്തൊരു ബഹുമാനം കലർന്നിട്ടുണ്ട്. എന്താ ബഹുമാനം? രാജാക്കന്മാർ എഴുതുന്ന ലിഖിതങ്ങളെയാണ് തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നാടുവാഴികൾ ധാരാളം ഉണ്ടായിരുന്നു, രാജാക്കന്മാർ ധാരാളം ഉണ്ടായിരുന്നു. നമുക്കതെല്ലാം സുപരിചിതമാണ്. രാജാവ് ഉറങ്ങുന്നതിനെ പള്ളി ഉറക്കമെന്ന് പറയുന്നു. രാജാവ് വിവാഹം കഴിക്കുന്നതിന് പള്ളിക്കെട്ട് എന്നാ പറയുന്നത്. അങ്ങനെ ബഹുമാനം കലർന്ന, രാജാവ് മരിച്ചു കഴിഞ്ഞാൽ നാട് നീങ്ങി എന്നാ പറയുക. ഇങ്ങനെ ബഹുമാനം കലർന്ന രീതിയിലാണ് രാജാവിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കപ്പെടുന്നത്, വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇത് ദൈവമാകുന്ന മഹാരാജാവിന്റെ എഴുത്തായതുകൊണ്ടാണ് ഇതിനെ തിരുവെഴുത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ തിരുവെഴുത്ത് ഇവരുടെ കൈവശമുണ്ട്. ഇനി ഇവർക്കൊരു ദൈവാലയമുണ്ട്. അതിന് പള്ളി എന്ന ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സിനഗോഗുകൾക്കും പള്ളി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. യെരുശലേം ടെമ്പിളിന് യെരുശലേം ദൈവാലയം എന്നും പള്ളിയെന്നും ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്ക് ദൈവവിശ്വാസമുണ്ട്, അവർക്ക് ആരാധനയുണ്ട്, യാഗങ്ങളും യോഗങ്ങളുമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്. എല്ലാമുള്ള ഇവരോട് കർത്താവ് പറയുകയാണ്, എന്ത് പറയുകയാണ്? നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നു,
അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ടും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നിങ്ങൾ എന്റെ അടുക്കൽ വരുന്നില്ല. ഇന്നും ഇതേ കാര്യം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല വ്യക്തികൾക്കും അറിയാം. എന്തറിയാം? ബൈബിളിൽ, തിരുവെഴുത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിത്യജീവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിത്യജീവൻ തരുന്ന വ്യക്തി യേശുക്രിസ്തുവാണെന്ന് അറിയാം. എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? കർത്താവിന്റെ അടുക്കൽ വന്ന് നിത്യജീവനെ പ്രാപിക്കുവാൻ അവർക്ക് താല്പര്യമില്ല. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്താണെന്നറിയാമോ? ഇതെല്ലാം ഉണ്ടായിട്ടും നിത്യജീവൻ പ്രാപിച്ച ഒരൊറ്റ എണ്ണം അവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നുവെങ്കിൽ കർത്താവ് ഇത് പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഒരൊറ്റ എണ്ണം ഇത് പ്രാപിച്ചിട്ടില്ല. എല്ലാം അവർക്ക് മനസ്സിലായി, പക്ഷെ നിത്യജീവൻ ഒറ്റ എണ്ണം പ്രാപിച്ചിട്ടില്ല. എന്താ ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? ഇറ്റേണൽ ലൈഫ്, ഒരിക്കലും അവസാനിക്കാത്ത ജീവൻ, ഒരിക്കലും അവസാനിക്കാത്ത ജീവൻ. അപ്പോൾ ഒരു കാര്യം കൂടെ വ്യക്തമായി, അത് ഈ ലോക ജീവിതത്തെക്കുറിച്ച് അല്ല പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താ കാര്യം? ഈ ലോകത്തിലെ ജീവിതം ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ള ജീവിതമാണ്, നൈമിഷികമായ ജീവിതമാണ്. ചിലർ 80 വരെ ജീവിക്കുന്നു, ചിലർ 100 വരെ ജീവിക്കുന്നു, ചിലർ 60, 70, 50, 40, 30, 10 ജനിക്കുമ്പോൾ തന്നെ മരിക്കുന്നു. എല്ലാവരും അതിഥികളാ, എല്ലാവരും പരദേശികളാ, എല്ലാവരും പ്രവാസികളാ. ആരും ഇവിടെ സ്ഥിരവാസം ചെയ്യുന്നവരില്ല. ഇത് സ്വന്തം നാടല്ലേ അല്ല. എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളത്? ഞാൻ പറഞ്ഞു, നിത്യജീവൻ പ്രാപിച്ചിട്ടില്ലാത്തവരോടാണ് ഇത് പറഞ്ഞത്. അപ്പൊ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത അവർക്ക് ബോധ്യപ്പെടണം. അപ്പൊ നിത്യജീവൻ പ്രാപിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാക്കണം. നിത്യജീവൻ പ്രാപിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് ഓപ്പോസിറ്റ് ഒരു കാര്യം ദൈവം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. എന്താ അത്? നിത്യമരണം. നിത്യമായ ഒരു മരണം ദൈവം മനുഷ്യന്റെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവിടുന്ന് സകലവും അതതിന്റെ സമയത്ത് നന്നായി ചെയ്തു, മനുഷ്യന്റെ ഹൃദയത്തിൽ നിത്യതയും ഒരുക്കി വെച്ചിരിക്കുന്നു. പല മനുഷ്യരും പറയും, എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാ, സ്വർഗമില്ല, നരകമില്ല. ഇതൊക്കെ ഉപദേശമാരുടെ ഉദരപൂരണത്തിന് വേണ്ടി പറയുന്ന ഒരു രഹസ്യം മാത്രമാണ്. വേറെ പണിക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ടേ ഇതിനിറങ്ങിയതാ. സ്വർഗവും നരകവും ഒന്നും ഇല്ലെന്നേ. ഞങ്ങൾ ചോദിക്കും, ഓക്കെ, സ്വർഗവും നരകവും ഭൂമിയിലാണെങ്കിൽ നിങ്ങളിപ്പോൾ എവിടാ ജീവിക്കുന്നത്? അതിനവർക്ക് മറുപടിയില്ല. സ്വർഗവും നരകവും ഭൂമിയിലാന്നേൽ നിങ്ങളിപ്പോൾ എവിടാ ജീവിക്കുന്നത്? സ്വർഗത്തിലാണോ നരകത്തിലാണോ? സ്വർഗവും നരകവും ഭൂമിയിലല്ല. സന്തോഷമുണ്ടാകുമ്പോൾ, ആരോഗ്യമുണ്ടാകുമ്പോൾ സ്വർഗം, കഷ്ടപ്പാടുണ്ടാകുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, നിരാശയുണ്ടാകുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ, കണ്ണുനീരുണ്ടാകുമ്പോൾ നരകം. ഇങ്ങനെയാ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അല്ല, ഇതെല്ലാം ഈ ലോക ജീവിതത്തിൽ ദൈവം മനുഷ്യർക്ക് വെച്ചിരിക്കുന്നതാ. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, സന്തോഷമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ക്ഷേമമുണ്ടെങ്കിൽ ക്ഷാമമുണ്ട്. അതെല്ലാം മനുഷ്യന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന. അപ്പോൾ ഇത് സ്വർഗവുമല്ല നരകവുമല്ല, നിത്യതയുണ്ട്. ഇത് നശ്വരമായ ജീവിതമാണ്. ഇതിനു ശേഷം ഒരു ജീവിതമുണ്ട്. അപ്പോൾ നിത്യമരണത്തിന്റെ ആവശ്യകത എന്താ? അപ്പോൾ മരണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മരണം എന്ന വാക്കിന്റെ അർത്ഥം വേർപാട് എന്ന വേർപാട്. ഇത് മനസ്സിലാക്കുവാൻ സാധാരണ ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പോഴാണ് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ വന്നിരിക്കുന്നത്. ഈ മൊബൈൽ വരുന്നതിന് മുമ്പ് കമ്മ്യൂണിക്കേഷൻ സംവിധാനം എന്ന് പറയുന്നത് ടെലിഫോൺ ആയിരുന്നു, ലാൻഡ് ഫോൺ. ഒരു രാത്രിയോ പകലോ നല്ല കാറ്റും കോളുമുണ്ടായി നല്ല ഒരു മഴയുണ്ടായാൽ, മരങ്ങൾ വീണാൽ ലൈൻ പൊട്ടും. ലൈൻ പൊട്ടി, അല്ലെങ്കിൽ പോസ്റ്റ് മറിഞ്ഞു വീണു, ലൈൻ പൊട്ടി, പിന്നെ വിളിച്ചാൽ കിട്ടത്തില്ല. നമുക്ക് ഫോൺ എടുക്കാം, റിസീവർ എടുക്കാം, നമ്പർ ഡയൽ ചെയ്യാം, ആളെ കിട്ടില്ല. ആളെ കിട്ടാതെ വരുമ്പോൾ നമ്മളൊരു പദപ്രയോഗം പറയും, ഇറ്റ് ഈസ് ഡെഡ്. ഇത് ചത്തുപോയി. എന്താ കാരണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ബന്ധപ്പെടാൻ കഴിയുന്നില്ല, കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോഴാ പറയുന്നത് ഇറ്റ് ഈസ് ഡെഡ്, വേർപെട്ടു. അപ്പൊ മരണം എന്ന് പറയുന്നത് ഇതേ കാര്യമാണ്, ഒരു വേർപാടായത്.
ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു, അതൊരു മരണം. നിത്യമരണം മറ്റൊന്നുണ്ട്, അത് ദൈവത്തിൽ നിന്ന് എന്നേക്കുമായിട്ടുള്ള വേർപാടാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, ആരും എന്നോട് പരിഭവം തോന്നരുത്, ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയാത്ത വേർപാട്. ഒരുവൻ മരിച്ച് നരകത്തിലേക്കാണ് പോയെങ്കിൽ ദൈവം വിചാരിച്ചാലും പിന്നെ അവനെ രക്ഷിക്കാൻ കഴിയില്ല. അതേറ്റവും വലിയ ദുഃഖ സത്യമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുമ്പോഴാണ് നിത്യജീവൻ പ്രാപിക്കേണ്ടത്. കാരണം നിത്യമരണം കാത്തിരിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ദിസ് ഈസ് അപ്പോയിന്റഡ്. നിയമിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്, മാറ്റാനൊക്കത്തില്ല. അപ്പോൾ ഒരിക്കൽ മരിക്കും. എന്തുകൊണ്ടാണ് മരിക്കുന്നത്? ബൈബിളിനൊരു മറുപടിയുണ്ട്. പാപത്തിന്റെ ശമ്പളമാണ് മരണം. പാപത്തിന്റെ ശമ്പളമാണ് മരണം. എന്തു ജോലി ചെയ്താലും അതിനൊരു കൂലിയുണ്ട്. ആരും വെറുതെ ഒന്നും ചെയ്യുന്നില്ല. എന്നാ ജോലി ചെയ്താലും അതിനൊരു കൂലിയുണ്ട്. ദൈവം വെച്ചു ഒരു കൂലി. പാപത്തിന്റെ ശമ്പളമായി, പാപത്തിന്റെ വേതനമായി ദൈവം ഒന്ന് വെച്ചിരിക്കുന്നു. അതാണ് മരണം. എപ്പോഴാ പാപിയായത്? എപ്പോഴാ പാപിയായത്? ജനിച്ചപ്പോഴേ പാപിയാ. അതെങ്ങനെ പറയാൻ പറ്റുന്നേ? ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. ഇതുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പാപി എന്ന് വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ ഇച്ചിരി പ്രയാസമാണ്, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്? അവർ ജനിച്ചത് പാപത്തിലാണ്. ദാമ്പത്യ ബന്ധം ഒരു പാപമാണെന്ന് തിരുവെഴുത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പാപത്തോട് കൂടെയാണ് ഞാൻ പിറന്നത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. POC ബൈബിളിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത്. പാപത്തോട് കൂടെയാണ് ഞാൻ പിറന്നത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞാൽ, അമ്മയുടെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ പാപിയാണ്. എന്താ കാര്യം? എന്റെ അപ്പനും അമ്മയും പാപികളാണ്. അവര് വിശുദ്ധരായിരുന്നില്ലല്ലോ. അവര് വിശുദ്ധരല്ലാത്തതുകൊണ്ട് ഞാൻ അവരിൽ നിന്ന് ജനിച്ച അശുദ്ധനാണ്. ഒരു കുഞ്ഞ് വളരുന്നതിനോടൊപ്പം പാപപ്രകൃതിയും അതിനോടൊപ്പം വളരുകയും അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ചെയ്താലും ചെയ്തില്ലെങ്കിലും പാപിയ. പാപം എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ്, ഇറ്റ്സ് എ നേച്ചർ. ഇതൊരു പ്രകൃതിയാ. തൂത്താലും തുടച്ചാലും ഒന്നും പോവില്ല. അപ്പൊ തിരുവെഴുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടും നിത്യജീവൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അതെങ്ങനെ കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ടും ആര് തരുമെന്ന് മനസ്സിലാക്കിയിട്ടും എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. സീരിയസ് നെഗ്ലിജൻസ്, ഗൗരവമായ ഒരു അവഗണനയത്. നിങ്ങൾ എനിക്കൊന്നും തരണ്ട, ഇത് ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി തരാം. ഇത് തന്നെയാണ് യോഹന്നാന്റെ ഈ സുവിശേഷത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. നേരത്തെ കേട്ട പാട്ട്, ജീവജലം ഞാൻ നിനക്ക് തരാമെന്ന് ശമരിയക്കാരത്തി സ്ത്രീയോട് കർത്താവ് പറഞ്ഞു. അത് ഈ പുസ്തകത്തിന്റെ തൊട്ട് മുമ്പിലുള്ള അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. 5-ാം അധ്യായത്തിന് മുമ്പിലുള്ള 4-ാമത്തെ അധ്യായത്തിലാണ്. അതിനു മുകളിലുള്ള 3-ാമത്തെ അധ്യായത്തിൽ തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്തിനാ? നിത്യജീവൻ പ്രാപിക്കാനാ. അങ്ങനെ ഈ പുസ്തകത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് തന്നെ നിത്യജീവനാണ്. ഇതെങ്ങനെയാ ലഭിക്കുന്നത്? ഇത് ബൈബിളിലൂടെ ലഭിക്കുന്നത്. എന്താ ബൈബിളിൽ ഇത്രമാത്രം പ്രത്യേകത? ആരാ ബൈബിൾ എഴുതിയത്? ഓരോ പുസ്തകം എടുത്ത് ചോദിക്കാം, ആരാ എഴുതിയത്? ആ പുസ്തകത്തിന് ഒരു രചയിതാവുണ്ട്. ആ രചയിതാവിന്റെ പേര് പറയും. അങ്ങനെയാണെങ്കിൽ ബൈബിൾ എഴുതിയതാരാ? ഒരാളുടെ പേര് പറയാനൊക്കുകയില്ല. എന്തുകൊണ്ട് പറയാനൊക്കത്തില്ല? ഒരാളല്ല എഴുതിയത്. 40-ലധികം ആളുകൾ എഴുതി. എപ്പോൾ എഴുതി? 1600 വർഷങ്ങളുടെ ഇടവേളകളിൽ എഴുതി. എഴുത്തുകാർ തമ്മിൽ പരസ്പരം കണ്ടിട്ടേയില്ല പലരും. ആരൊക്കെയാ എഴുതിയത്? രാജാക്കന്മാർ എഴുതിയിട്ടുണ്ട്, മത്സ്യത്തൊഴിലാളികൾ എഴുതിയിട്ടുണ്ട്, പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്, ആട്ടിടയന്മാർ എഴുതിയിട്ടുണ്ട്, രാഷ്ട്രതന്ത്രജ്ഞന്മാർ എഴുതിയിട്ടുണ്ട്. എവിടെ വെച്ച് എഴുതിയത്? മരുഭൂമിയിൽ വെച്ച് എഴുതിയിട്ടുണ്ട്, ഗുഹയിൽ വെച്ച് എഴുതിയിട്ടുണ്ട്, ദ്വീപസമൂഹത്തിൽ വെച്ച് എഴുതിയിട്ടുണ്ട്, ഉദ്യാനത്തിൽ വെച്ച് എഴുതിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലിരുന്ന് പല കാലഘട്ടങ്ങളിൽ ഇവർ എഴുതിയിട്ടും പലരും തമ്മിൽ കണ്ടിട്ടില്ല എങ്കിലും ഒരു പൂർവാപര വൈരുദ്ധ്യവുമില്ലാതെ തമ്മിൽ ഇണക്കിയതായി ഒരാൾ ഒറ്റയിരിപ്പിൽ എഴുതിയതായി തോന്നുമാറ് ഏകോപിപ്പിക്കപ്പെട്ട 66 പുസ്തകങ്ങളുടെ ഒരു ലൈബ്രറിയാണ് വിശുദ്ധ വേദപുസ്തകം അഥവാ ബൈബിൾ.
ഇത് ദൈവത്തിന്റെ വചനമായതുകൊണ്ടാണ് അങ്ങനെ തെറ്റുകളില്ലാതെ രേഖപ്പെടുത്തി നമ്മുടെ കൈകളിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പരിഭാഷപ്പെടുത്തി നമ്മുടെ കൈവശം തന്നിരിക്കുന്നത്. ഇനിയും കഴിഞ്ഞ മാസം നവംബർ മാസം 26-ാം തീയതി ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പത്രങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രത്യേകത? ആ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടിട്ട് 75 വർഷമായി. ഭരണഘടനയുടെ 75ാമത്തെ വാർഷികമായിരുന്നു. അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ മനോരമ പത്രത്തിലുണ്ടായിരുന്നു. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരുപക്ഷെ നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടായിരിക്കാം. 1946 സെപ്റ്റംബർ മാസം ആരംഭിച്ച എഴുത്ത് 2 വർഷവും 11 മാസവും 18 ദിവസവും പിന്നിട്ട് 1949 നവംബറിലാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്. ഏകദേശം 399 പേർ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. 389 പേർ അതിൽ ഒപ്പിട്ടു. ആദ്യം ഒപ്പിട്ടിരിക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവ. കേരളത്തിൽ നിന്ന് 12 പേർ അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒപ്പിട്ടവരുടെ എണ്ണം കുറഞ്ഞു. 289 ആക്കി ചുരുക്കി. ഈ ഭരണഘടന ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഡൽഹിയിലാണ്. ഒരു ഹീലിയം വാതകം നിറച്ചിരിക്കുന്ന ഒരു പ്രത്യേക പേടകത്തിൽ ഒരു പ്രത്യേക താപനിലയിൽ ഒരു പ്രത്യേക പേപ്പറിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. 1000 പേജ്, 1000 വർഷം അത് നീണ്ടു നിൽക്കും. 1000 വർഷം, ഇപ്പൊ 75 വർഷമേ ആയിട്ടുള്ളൂ. 1000 വർഷം ഈ പേപ്പർ നീണ്ടു നിൽക്കണം. അതിന്റെ ഈട് അങ്ങനെ നിലനിൽക്കണം. വായുവിലുള്ള ഓക്സിജനുമായി ചേർന്ന് ഇത് ജീർണിച്ച് നശിച്ചു പോകാൻ പാടില്ല. ഞാൻ എന്തിനാ ഇതെല്ലാം പറഞ്ഞെന്നറിയാമോ? ഈ ഭരണഘടന എഴുതിയിട്ട് ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് 1950 ജനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക്കായി, പരമോന്നത റിപ്പബ്ലിക്കായി. അന്ന് വച്ചിരിക്കുന്ന പല നിയമങ്ങളും ഇന്ന് ബാധകമാണ്. പക്ഷേ പിന്നീട് വന്നിരിക്കുന്ന കാലാകാലങ്ങളിൽ വന്നിരിക്കുന്ന ഓരോ ഗവൺമെന്റും അതതിന്റെ സൗകര്യത്തിനും സമയത്തിനും ഉചിതമായിട്ട് പല നിയമങ്ങൾക്കും ഭേദഗതി വരുത്തി. കഴിഞ്ഞ ദിവസങ്ങളിലും പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. 100ഓളം നിയമങ്ങൾ മാറ്റി എഴുതി. എന്നാൽ തിരുവെഴുത്ത് എന്താ പറയുന്നതെന്ന് അറിയാമോ? 89-ാം സങ്കീർത്തനം 34-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. 89-ാം സങ്കീർത്തനം 34-ാമത്തെ വാക്യം. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. മതി. എന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളെ ഐ വിൽ നെവർ ബ്രേക്ക്. ഞാൻ ബ്രേക്ക് ചെയ്യത്തില്ല. ഐ വിൽ നെവർ അമെൻഡ്. ഞാൻ ഭേദഗതി വരുത്തുകയില്ല. ഒരു മാറ്റവും ആവശ്യമില്ലാത്തതാണ് ബൈബിൾ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ സ്മാർട്ട് ഫോണും ഓരോ ആഴ്ച വെച്ച് ഓരോ ആപ്പുകളും അപ്ഡേറ്റ് ചെയ്യണം. എന്നാൽ ബൈബിൾ ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാ കർത്താവ് പറഞ്ഞത്, ഇതിനൊരു ഭേദഗതി ഉണ്ടാകുകയില്ല. എഴുതിയത് എഴുതി. ഇതിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആർക്കും കഴിയുകയില്ല. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഭേദഗതി ആവശ്യമില്ലാത്ത, തെറ്റുതിരുത്താൻ ആവശ്യമില്ലാത്ത, കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമില്ലാത്ത ദൈവത്തിന്റെ വിശുദ്ധമായ വചനമാണ് ബൈബിൾ. അപ്പോൾ നിത്യജീവന്റെ ആവശ്യകത ബൈബിളിലൂടെ ലഭിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ഭരണഘടന വായിച്ചാൽ നിത്യജീവൻ ലഭിക്കുകയില്ല. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ വായിച്ചാൽ നിത്യജീവൻ ലഭിക്കുകയില്ല. മറ്റ് പുസ്തകങ്ങൾ, കോടാനുകോടി പുസ്തകങ്ങൾ ലോകത്തിലുണ്ട്. അത് ഒരു പുസ്തകം വായിച്ചാലും നിത്യജീവൻ ലഭിക്കുകയില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ബുക്കിലെറ്റും ട്രാക്റ്റും വായിച്ച് രക്ഷിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ചുരുങ്ങിയത് ഒരു വാക്യമെങ്കിലും അതിലുണ്ടായിരിക്കും. ഒരു വാക്യമെങ്കിലും ഒരാളുടെ ജീവിതത്തെ സ്വാധീനിക്കാതെ അയാൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുകയില്ല. ആരെഴുതിയാലും കൊള്ളാം. അതാണ് ബൈബിളും നിത്യജീവനും ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ സാരം. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നുണ്ട്, ബൈബിൾ നിങ്ങളുടെ വീട്ടിലുണ്ട്, അത് സത്യവേദ പുസ്തകമാണെന്ന് നിങ്ങൾക്കറിയാം, വചനമാണെന്ന് നിങ്ങൾക്കറിയാം, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നറിയാം, നിത്യജീവൻ അതിലുണ്ടെന്നറിയാം. എന്നാൽ ഇത് പ്രാപിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? എന്റെ അടുക്കൽ നിങ്ങൾ വരുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 41, 42 വാക്യങ്ങൾ. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 41-ാമത്തെ വാക്യം. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല,
എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നെഗ്ലക്ട് ടു ലവ് ഗോഡ്. ദൈവസ്നേഹം എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചല്ല, തിരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം അവനെ അറിഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിലും ദൈവത്തിനറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിനറിയാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവം ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു എന്നാണ് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ മുമ്പാകെ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ചിത്രം നമുക്കറിയത്തില്ലേ പോലും കർത്താവിന്റെ കൈവശമുണ്ട്. അപ്പൊ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് വാഗൊണ്ട് പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, നിന്റെ ഒന്നും ബഹുമാനം എനിക്ക് വേണ്ടടാവേ. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. എന്താ കാര്യം? എനിക്കറിയാം നിങ്ങൾ എങ്ങനെയാണ് എന്നെ ബഹുമാനിക്കുന്നതെന്നുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചേനെ. ദൈവത്തെ നിങ്ങൾ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ദൈവം അയച്ച എന്നെയും നിങ്ങൾ സ്നേഹിക്കുമായിരുന്നു. ഇതിനെല്ലാം വാക്യങ്ങളുണ്ട് കേട്ടോ. സ്നേഹമെന്ന് പറയുന്നത് ഒരു വികാരമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതാ. ആരും വെറുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരാലും സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്. മക്കളുടെ സ്നേഹം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കളുടെ സ്നേഹം മക്കൾ ആഗ്രഹിക്കുന്നു. ഭാര്യയുടെ സ്നേഹം ഭർത്താവ് ആഗ്രഹിക്കുന്നു. ഭർത്താവിന്റെ സ്നേഹം ഭാര്യയും ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാ വ്യക്തിബന്ധങ്ങളും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. വെറുപ്പുണ്ടെങ്കിൽ അതും നമുക്കറിയാൻ പറ്റും. ഒരിക്കൽ ഒരു യൂണിവേഴ്സിറ്റി കോളേജിലെ ക്ലാസ് റൂമിൽ, ഒരു PG സ്റ്റുഡൻസിന്റെ ക്ലാസ് റൂമിൽ ഒരു പ്രത്യേക വിഷയം പഠിപ്പിക്കുന്നതിനിടയ്ക്ക് അവരുടെ പ്രൊഫസർ ആ ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റിനോട്, ഷെറിൻ എന്ന യുവതിയോട്, അധ്യാപകൻ പറഞ്ഞു, കം ഫോർവേഡ്, മുമ്പോട്ട് വാ. എന്നിട്ട് ഈ ബോർഡിൽ നീ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുടെ പേരെഴുതുക. നീ ഏറ്റവും അധികം നിന്റെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുടെ പേരെഴുതുക. ഷെറിൻ മുന്നോട്ട് വന്നു. ഒട്ടും ആലോചിച്ചില്ല. ചോക്കെടുത്തു. ബ്ലാക്ക് ബോർഡിൽ എഴുതി. ഒന്നാമത് അവളുടെ ഭർത്താവിന്റെ പേരെഴുതി. രണ്ടാമത് അവൾ പ്രസവിച്ച 2 മക്കളുണ്ട്, അവരുടെ പേരുകൾ എഴുതി. മൂന്നാമത് അവളെ വളർത്തി വലുതാക്കി ഈ നില വരെ എത്തിച്ച, അവൾക്ക് ജന്മം നൽകിയ അവളുടെ മാതാപിതാക്കളുടെ പേരെഴുതി. പിന്നീട് ഭർത്താവിന്റെ മാതാപിതാക്കളുടെ പേരെഴുതി. പിന്നെ 4 കൂട്ടുകാരുടെ പേരും, ആ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന 4 കൂട്ടുകാരുടെ പേരും എഴുതി. ക്ലാസ്സിന് പ്രത്യേകിച്ച് അനക്കമൊന്നും ഉണ്ടായില്ല. ഉടനെ അധ്യാപകൻ അവളോട് പറഞ്ഞു, ഇതിൽ നിന്ന് നീ ഏറ്റവും കുറച്ച് സ്നേഹിക്കുന്ന 2 പേരുകൾ വെട്ടുക. ഷെറിൻ തുടക്കം മുതൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചു. തിരിഞ്ഞൊന്ന് നോക്കി. കൂട്ടുകാരതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ക്ലാസ് റൂം പിൻ ഡ്രോപ്പ് സൈലന്റായി. ഒരു മൊട്ടുസൂചി നിലത്തിട്ടാൽ കേൾക്കാവുന്ന അവസ്ഥയിലെത്തി. കൂട്ടുകാർ ഓരോരുത്തരും വിചാരിക്കുന്നു, ആരുടെ പേരായിരിക്കും ഇവൾ വെട്ടാൻ പോകുന്നത്. അങ്ങനെ 2 പേരുടെ പേരുകൾ അവൾ വെട്ടി. അത് കഴിഞ്ഞപ്പോൾ അധ്യാപകൻ പറഞ്ഞു, 2 പേരുടെ പേരുകൾ കൂടെ വെട്ടണം. അവൾ പിന്നെയും തിരിഞ്ഞൊന്ന് ക്ലാസ്സിലേക്ക് നോക്കി. കൂട്ടുകാരെല്ലാവരും അവളെ സാഹൂതം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ 2 പേരുകൾ കൂടി വെട്ടി. പിന്നെയും അധ്യാപകൻ പറഞ്ഞു, 2 പേര് കൂടെ വെട്ടണം. അവൾ വീണ്ടും ഒന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ നോക്കി. ഒട്ടും ആലോചിച്ചില്ല. അമ്മായിയപ്പന്റെയും അമ്മായിയമ്മയുടെയും പേര് വെട്ടി. കാര്യങ്ങൾ അവതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപകന് നിർത്താനായിട്ട് പറയുന്നുമില്ല. അധ്യാപകൻ പറഞ്ഞു, 2 പേര് കൂടെ വെട്ടണം. അവൾ പിന്നെയും നോക്കി. ഷീസ് ഇൻ എ ഡിലേമ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പന്റെ ഉണ്ട്, അമ്മയുടെ പേരുണ്ട്, ഭർത്താവിന്റെ പേരുണ്ട്, മക്കളുടെ പേരുണ്ട്. ഇതിലേത് വെട്ടും? മടിച്ച് അപ്പന്റെയും അമ്മയുടെയും പേര് വെട്ടി. അധ്യാപകൻ വിടുന്നില്ല. പിന്നെയും പറഞ്ഞു, 2 പേര് കൂടുതൽ നീ വെട്ടണം. അവൾ പിന്നെയും നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വെട്ടിയേ ഒക്കത്തുള്ളൂ. എന്തു ചെയ്യും? ഭർത്താവിന്റെ പേര് വെട്ടണോ? മക്കളുടെ പേര് വെട്ടണോ? നിവൃത്തിയില്ലാതെ അവൾ നൊന്ത് പ്രസവിച്ച 2 മക്കളുടെ പേരും അവൾ വെട്ടി. ഭർത്താവിന്റെ പേര് മാത്രം അവശേഷിച്ചു. അധ്യാപകൻ ചോദിച്ചു, നീ എന്താ അങ്ങനെ ചെയ്തത്? നീ നൊന്ത് പ്രസവിച്ച നിന്റെ മക്കളുടെ പേര് എന്താ വെട്ടിയത്? അവൾ മറുപടി നൽകി,
മക്കള് വളർന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകുമ്പോൾ അവരെന്നെ വിട്ടിട്ട് പോകും. അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവേ ഉണ്ടാവുകയുള്ളൂ. നിനക്ക് ജന്മം നൽകി നിന്നെ വളർത്തി വലുതാക്കി നിന്റെ അപ്പൻ്റെ അമ്മയുടെ പേരുകൾ നീ എന്താ വെട്ടിയത്? അവൾ പറഞ്ഞു, അതെല്ലാം ശരിയാണ്. അവരുടെ ജീവിതം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ എനിക്കിനി തുണയായിരിക്കുന്നത് അവർ തന്നെ കൈപിടിച്ചേൽപ്പിച്ച എൻ്റെ ഭർത്താവാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭർത്താവാണ് ഏറ്റവും വലുത്. ഉടനെ ക്ലാസ്സിൽ ഒരു കയ്യടി ഉയർന്നു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, സ്നേഹം എല്ലായ്പ്പോഴും ബന്ധത്തിലും വികാരത്തിലും ഒക്കെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതാണ്. വഴിയെ പോകുന്നവനെ സ്നേഹിക്കാൻ ആർക്കും കഴിയത്തില്ല. അപ്പൻ വീട്ടിൽ മക്കളോട് പറയുന്നതാണോ അനുസരിക്കുന്നത്, അയൽവക്കത്തെ ചേട്ടൻ പറയുന്നതാണോ അനുസരിക്കുന്നത്? അയൽവക്കത്തെ ചേട്ടൻ പറയുന്നതിനേക്കാൾ സ്വന്തം അപ്പം പറയുന്നത് മക്കൾ അനുസരിക്കുകയുള്ളൂ, അമ്മ പറയുന്നത് അനുസരിക്കുകയുള്ളൂ. അയൽവക്കത്തെ ചേട്ടനോടോ അങ്കിളിനോടോ ആന്റിയോടോ സ്നേഹമോ ബഹുമാനക്കുറവോ ഉള്ളതുകൊണ്ടല്ല, പക്ഷേ റിലേഷൻ, ബന്ധം. അപ്പോൾ കർത്താവ് പറഞ്ഞ ആശയം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിലില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, സ്നേഹം വികാരാധിഷ്ഠിതമാണെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കപ്പെടണം. ദൈവം ഒരു ഡിമാൻഡ് വയ്ക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അതെനിക്ക് ബോധ്യപ്പെടണം. 97-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 97-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വാക്യം. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൻ, അവൻ തന്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു. മതി. യഹോവയെ സ്നേഹിക്കുന്നവരെ, കർത്താവിനെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുക്കുവിൻ. കർത്താവിനെയും സ്നേഹിക്കണം, പാപത്തെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ പറ്റില്ല. ദൈവത്തിന്റെ മുമ്പാകെ അത് നടക്കുകയില്ല. കർത്താവ് തന്നെ പറഞ്ഞു, ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് സ്നേഹിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല. ഒന്നുകിൽ അവനെ ത്യജിച്ചിട്ട് എന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ എന്നെ ത്യജിച്ചിട്ട് അവനെ സ്നേഹിക്കണം. അല്ലാതെ രണ്ടുപേരും കൂടെ പറ്റില്ല. ഇരു തോണിയിൽ കാല് വയ്ക്കാൻ പാടില്ല, ഏതെങ്കിലും ഒരു തോണിയിൽ. എന്താ പാപം? ഞാൻ ദോഷത്തെ വെറുക്കുന്നവനാ. ഞാൻ അങ്ങനെ പാപങ്ങളൊന്നും ചെയ്യാറില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള പാപങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലെന്നേ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്നേ. പറ്റില്ല. കർത്താവ് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. നത്തിങ് ഷുഡ് റിമൈൻ. ഒന്നും ബാക്കി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് വാഗൊണ്ട് പറഞ്ഞാൽ പോരാ. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ എഴുതി, പ്രിയമുള്ളവരെ, നാം വാക്കിനാലും നാവിനാലും അല്ല സ്നേഹിക്കേണ്ടത്, ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കണം. അവിടെയാ ഇതിന്റെ ഇരിപ്പിടം. ദൈവം നോക്കുന്നത് അങ്ങോട്ടാ. വാഗൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാം, പക്ഷെ എന്റെ ഹൃദയം ദൈവത്തോടൊപ്പം ഇല്ലെങ്കിൽ അത് ദൈവത്തിനറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ ജനിച്ചത് പാപിയായിട്ടാണ്. അതുകൊണ്ട് പാപം ചെയ്യുന്നവരാ മനുഷ്യൻ. ഒരുപാട് പാപങ്ങളുടെ ലിസ്റ്റൊക്കെ നമുക്കറിയാം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് തന്നെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. ഒരുവന്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, വിടക്കുകണ്ണ്, ദൂഷണം, മൂഢത, അഹങ്കാരം എന്നിവ പുറപ്പെടുന്നു. ഇവയെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അകത്തുനിന്ന് പുറപ്പെടണമെങ്കിൽ ഇത് അകത്തുണ്ടായിരിക്കണ്ടേ? ഉണ്ടെന്ന് കർത്താവിനറിയാം. ഇതൊന്നും ചെയ്തു കാണിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഇത് ചെയ്താലും കൊള്ളാം, ചെയ്തില്ലേലും കൊള്ളാം, പാപിയ. വാഴ കുലച്ചെങ്കിലേ വാഴയെ വാഴയെന്ന് വിളിക്കത്തുള്ളൂ. വാഴ കുലച്ചാലേ വാഴയെന്ന് വിളിക്കത്തുള്ളൂ. വാഴ കുലയ്ക്കണമെന്നൊന്നുമില്ല. പ്ലാവ് ചക്ക കായ്ക്കണമെന്നൊന്നുമില്ല പ്ലാവെന്ന് വിളിക്കപ്പെടാൻ. കായ്ച്ചാലും കൊള്ളാം, കായ്ച്ചില്ലേലും കൊള്ളാം, അത് പ്ലാവാണ്, വാഴയാണ്. മനുഷ്യൻ പാപം ചെയ്താലും കൊള്ളാം, ചെയ്തില്ലേലും കൊള്ളാം, മനുഷ്യൻ പാപിയാണ്. അപ്പോൾ അകൃത്യത്തിൽ തുടർന്നുകൊണ്ട് ഒരു മനുഷ്യനും ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്, സകലവിധ ദോഷവും വിട്ട് അകലുവിൻ, അബ്സ്റ്റെയിൻ ഫ്രം ഓൾ ഫോംസ് ഓഫ് ഈവിൾ, എവ്രി ഫോം ഓഫ് ഈവിൾ എന്ന് പറഞ്ഞാൽ പാപത്തിന് എന്തെല്ലാം രൂപകൽപ്പന കൊടുക്കുവാൻ കഴിയുന്നോ അത്രയും പാപങ്ങളിൽ നിന്ന്
നിങ്ങൾ അകന്നു ജീവിച്ചോണം ഓരോ വിശ്വാസിയോടുമായി കർത്താവ് പറയുക. കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് വരണം. അത് ദൈവം മനസ്സിലാക്കുന്നുണ്ട്. ഇനിയും മറ്റൊരു വിഭാഗമുണ്ട്, ഇത് രണ്ടിലും പെടാത്തൊരു വിഭാഗമുണ്ട്. അവരൊരു പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. അവരാരാന്ന് ഞാൻ പറയാം. അവരെ നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന പേരാണ് പിന്മാറ്റക്കാർ. ആരിൽ നിന്നാണ് അവർ പിന്മാറിയത്? സഭയിൽ നിന്നാണോ? കൂട്ടുകാരിൽ നിന്നാണോ? സഹോദരന്മാരിൽ നിന്നാണോ? അവർ ശരിക്കും പിന്മാറിയിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ഏതൊരു പിന്മാറ്റക്കാരനും ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് അവർ പിന്മാറിയിരിക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ അങ്ങനെ ആരും ഇല്ലെങ്കിൽ പോലും പിന്മാറിയിരിക്കുന്നവരുടെ ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്തിനെങ്കിലും കുറവുണ്ടോ? നിങ്ങൾ അവരുടെ ജീവിതം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും അവരിപ്പോൾ ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തട്ടുകേടുകൾ സംഭവിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. വീടിന് വീടില്ലേ, കാറിന് കാറില്ലേ, ആരോഗ്യത്തിന് ആരോഗ്യമില്ലേ, പണത്തിന് പണമില്ലേ, പദവിക്ക് പദവിയില്ലേ, ബാങ്ക് ബാലൻസിന് ബാങ്ക് ബാലൻസ് ഇല്ലേ, മദ്യത്തിന് മദ്യമില്ലേ, എവിടെല്ലാം പോകാമോ എന്തെല്ലാം ചെയ്യാമോ എല്ലാം ചെയ്യുന്നില്ലേ? എന്തു കുറവാ അവനുള്ളത്? അവനെ നോക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ പിന്മാറിപ്പോകാൻ തോന്നുന്നുണ്ടോ? ദൈവവചനം എന്താ പറയുന്നതെന്നറിയാമോ? ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകിയതും ബാലിനു വേണ്ടി ഉപയോഗിച്ച അവളുടെ വെള്ളിയും പൊന്നും വർദ്ധിപ്പിച്ചതിനും ഞാൻ എന്ന് അവൾ അറിഞ്ഞില്ല. പൊന്നും വെള്ളിയും ഞാനാ വർദ്ധിപ്പിച്ചതെന്ന് നിനക്ക്. നീ ബാലിന്റെ മുമ്പിൽ കൊണ്ടുപോയി മുട്ടുമടക്കിയില്ലേ? നീ കൊണ്ടുപോയി ദാനധർമ്മം ചെയ്തില്ലേ? നീ ഏറ്റ വഴിപാട് നിവർത്തിച്ചില്ലേ? നിനക്കിത് എവിടുന്നാ കിട്ടിയത്? ഞാനാ നിനക്ക് തന്നത്. നീ എനിക്ക് തരേണ്ട മഹത്വം മറ്റുള്ളവന് വേണ്ടി നീ കൊടുത്തില്ലേ? നിനക്ക് നീ നിന്റെ കൈ കൊണ്ട് നേടിയെന്നല്ലേ നീ പറഞ്ഞത്? നിനക്ക് എവിടുന്ന് ആരോഗ്യം കിട്ടിയത്? അത് ഞാൻ തന്നതാ. നിനക്ക് എവിടുന്ന് ആയുസ് കിട്ടിയത്? അത് ഞാൻ തന്നതാ. നിനക്ക് എവിടുന്നാ പണം കിട്ടിയത്? അത് ഞാനാ തന്നത്. എന്നിട്ട് നീ ഇപ്പോ എന്നെ വെല്ലുവിളിക്കുന്നു, സമൂഹത്തെ വെല്ലുവിളിക്കുന്നു. എനിക്ക് എന്തിന്റെ കുറവാ? ഞാൻ വേർപെട്ട ജീവിതമല്ലല്ലോ നയിക്കുന്നത്. അതെ, അവൻ വേർപെട്ട ജീവിതമല്ല നയിക്കുന്നത്. അവനിതെല്ലാം ലഭിച്ചത്. കർത്താവിന് തന്റെ സകല സൃഷ്ടികളോടും കരുണ തോന്നുന്നു. 145-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം നീതിമാന്റെ മേലും ദുഷ്ടന്റെ മേലും മഴയെ പെയ്യിക്കുന്നു, തന്റെ മഴയെ പെയ്യിക്കുന്നു. സൃഷ്ടാവെന്ന നിലയിൽ സൃഷ്ടിയോടുള്ള ഉത്തരവാദിത്വമാണ് ദൈവം നിർവഹിക്കുന്നത്. അത് ദൈവത്തിന്റെ ബലഹീനതയാണെന്ന് കണ്ട് നീ അഹങ്കരിക്കേണ്ട. സഭയുടെ ഏറ്റവും പുറകിൽ പോയിരുന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു കൊള്ളണം. നിന്റെ ഹൃദയത്തെ കാണുന്ന ദൈവം നിന്റെ ഹൃദയത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം തെറ്റാണ് എന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നെ ബോധ്യമാക്കുമ്പോൾ അതിനെതിരെ മുഖം തിരിക്കരുത്. നിനക്ക് തരുന്ന എല്ലാ നന്മകളും ദൈവത്തിന്റെ ദാനമാണ്. നീ ആ പണം എങ്ങനെ ചെലവഴിച്ചു അത് ദൈവം ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിലില്ല എന്ന് ദൈവം അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. നെഗ്ലക്ട് ടു ലവ് ഗോഡ്. അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. 43-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 43-ാമത്തെ വാക്യം. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ കൈക്കൊള്ളും. നെഗ്ലക്ട് ടു അക്സെപ്റ്റ് ക്രൈസ്റ്റ് ബട്ട് എനിവൺ. ആരെ വേണേ സ്വീകരിക്കാം, പക്ഷെ കർത്താവിനെ മാത്രം വേണ്ട. ആരെ വേണേ സ്വീകരിക്കാം. ഒരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ ഈസി ആയിട്ട് കൈക്കൊള്ളുന്നു. ഞാൻ കർത്താവിന്റെ നാമത്തിൽ വന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? എന്നെ കൈക്കൊള്ളുന്നില്ല. മറ്റുള്ളവർ പലരും അവരുടെ നാമത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ നാമങ്ങളൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ നാമധാരികളുടെ പേരിൽ പല പള്ളികളുമുണ്ട്. ഒരൊറ്റ ചോദ്യത്തിൽ തീരാവുന്ന മറുപടിയേ ഉള്ളൂ അതിന്. ആ ചോദ്യം ഇതാണ്: ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് എന്ത് വിശേഷതയുള്ളൂ? ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് അവരെക്കുറിച്ച് ഒരു വാക്ക് പറയാനായിട്ട് കഴിയുമോ? എന്നാൽ അവരെ മാറ്റി നിർത്തിയിട്ട് ക്രിസ്തുവിനെ കുറിച്ച് എത്ര വാക്ക് വേണേലും പറയാം. ആ ചോദ്യത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ, വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ നാമത്തിൽ
യേശുക്രിസ്തു വന്നു, കർത്താവിനെ അംഗീകരിക്കുന്നില്ല. ചിലർ അംഗീകരിച്ചു. എപ്പോൾ അംഗീകരിച്ചു? കർത്താവിന്റെ യെരുശലേം പ്രവേശനത്തിൽ കർത്താവിന്റെ നാമത്തിൽ വരുന്നവന് ഹോസന്ന ഹോസന്ന എന്ന് ആർത്തുകൊണ്ട് കുറെ പേർ കർത്താവിനെ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം നാമത്തിലല്ല, ഞാൻ പിതാവിന്റെ നാമത്തിലാണ് വന്നത്, യഹോവയുടെ നാമത്തിലാണ് വന്നത്, ഞാൻ കർത്താവിന്റെ നാമത്തിലാണ് വന്നത്. എന്നിട്ട് നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നില്ല. എന്തിനാ കർത്താവിനെ അംഗീകരിക്കേണ്ടത്? എന്തുകൊണ്ട് കർത്താവിനെ അംഗീകരിക്കണം? ഞാൻ പറഞ്ഞു, യോഹന്നാൻ തന്റെ സുവിശേഷം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് എഴുതാനായിട്ട് ശ്രമിച്ചത്. ഒന്നാമത്തെ വാക്യം തന്നെ കുറച്ചു മുമ്പേ അപ്പച്ചാൻ അത് പറഞ്ഞു കഴിഞ്ഞു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം ജഡമെടുത്ത് മാംസമെടുത്ത് നമ്മുടെ ഇടയിൽ വസിച്ചു. അത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ സ്വന്തം നാമത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പെടുന്ന ഓരോരുത്തർക്കും ഒരു ചരിത്രമുണ്ട്. അവർ ജനിച്ചപ്പോൾ മുതൽ ആരംഭിച്ച ചരിത്രം മാത്രമാണത്. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ജനിക്കുന്നതിന് മുമ്പേ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്, പൂർവാസ്തിക്യമുള്ളവനാണ് ക്രിസ്തു. ജനിക്കുന്നതിന് മുമ്പേ ഉള്ളവനാണ്. അല്ലാതെ മറിയമിന്റെ ഉദരത്തിൽ നിന്ന് ഉരുവായപ്പോൾ സ്വീകരിച്ച പേരാണ് യേശു. അവിടെ ആരംഭിച്ച വ്യക്തിത്വമല്ല, ഇതിനു മുമ്പേ ഉള്ളവനാണ്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, ഇൻ ദ ഫുൾനെസ് ഓഫ് ദ ടൈം, ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഒരു സെക്കൻഡ് ഇങ്ങോട്ടോ വ്യത്യാസമില്ലാതെ യഹൂദാ ഗോത്രത്തിൽ ജനിക്കണം, ബെത്ലഹേമിൽ ജനിക്കണം, കന്യകയിൽ നിന്ന് ജനിക്കണം. ഈ 4 കാര്യങ്ങളും ഒരു കേന്ദ്ര ബിന്ദുവിൽ ഏകോപിക്കപ്പെട്ടപ്പോൾ ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു. ഇങ്ങനെ ജനിക്കുന്നതിന് മുമ്പേ ഒരു ചരിത്രമുള്ള വേറെ ഒരു വ്യക്തിത്വമില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ടത്. ഇങ്ങനെ ജനിക്കണം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചതിന് പ്രകാരം ജനിക്കണം, ചുമ്മാ ജനിച്ചാൽ പോരാ. ഞാൻ പറഞ്ഞതുപോലെ ഈ 4 കാര്യങ്ങൾ ഏകോപിപ്പിക്കപ്പെടണം. എഴുതി വെച്ചതിന് പ്രകാരം ജനിക്കണം. ഇനി ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുകയും ഒരിക്കലും ഒരു മനുഷ്യനോടും ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയേണ്ട ആവശ്യം കർത്താവിന് വന്നിട്ടില്ല. മുമ്പ് പറഞ്ഞ വാക്ക് തിരുത്തി പറയേണ്ട ഒരു ആവശ്യം കർത്താവിന് വന്നിട്ടില്ല. ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട ആവശ്യം കർത്താവിന് വന്നിട്ടില്ല. ആരുടെ മുമ്പിലും തലകുനിക്കാത്ത ജയജീവിതം ഒരു ഉത്തമ പുരുഷൻ എങ്ങനെ ജീവിക്കണമെന്ന് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നവരാണ് ക്രിസ്തു. തന്റെ അവകാശവാദങ്ങൾ അല്ല, അവകാശ പ്രഖ്യാപനങ്ങൾ അത് ശ്രദ്ധിക്കണം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു, വേറെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ആം ദ വേ, വിച്ച് മീൻസ് there is no other way. വേറെ മാർഗമില്ലെന്നേ, ഞാൻ മാത്രമേ ഉള്ളൂ. ഐ ആം ദ വേ, ദ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ വേറൊരാളില്ല. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുകയില്ല. ഇഹലോകത്തിലെ മനുഷ്യനെ പരലോകത്തിലേക്ക് എത്തിക്കുന്ന മാർഗമാണ് യേശുക്രിസ്തു, മതമല്ല. ഇങ്ങനെയും വേറെ ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ക്രിസ്തുവിന്റെ അവകാശ പ്രഖ്യാപനങ്ങൾ ഓരോന്നായി എടുത്തു പഠിച്ചാൽ തന്നെ വളരെ ശ്രേഷ്ഠകരമാണ്. ഇത് വേറെ ആർക്കും പറയാനൊക്കത്തില്ല, വേറെ ആരും പറഞ്ഞിട്ടുമില്ല, പറയാനും ഒക്കത്തില്ല. തന്റെ ജീവിതം കൊണ്ട് താൻ തെളിയിച്ചവനാണ്. ഇനി ക്രിസ്തുവിന്റെ മരണം, ഇതുപോലൊരു മരണം വേറെ ആരും അനുഭവിച്ചിട്ടില്ല. അതിനു മുമ്പും അതിനുശേഷവും യെരുശലേമിൽ, റോമിൽ ഒരുപാട് പേർ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവിനോടൊപ്പവും 2 പേർ ക്രൂശിക്കപ്പെട്ടതാ. പക്ഷെ ക്രിസ്തുവിനെ ക്രൂശിച്ചതുപോലെ അല്ല അവരെ ക്രൂശിച്ചത്. ഒരൊറ്റ കോടതിയിൽ നടക്കാത്തൊരു കാര്യം അവിടെ നടന്നു. 5 കോടതികളിലായി 6 പ്രാവശ്യം ആവർത്തിച്ച് വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയാതെ 3 പ്രാവശ്യം പിലാത്തോസ് തന്നെ പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ജനത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എന്ന തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അധികാര ദുർവിനിയോഗമാണ് പിലാത്തോസ് ചെയ്തത്. അധികാര ദുർവിനിയോഗം. ഇതുപോലെ ഒരു മരണം വേറെ ആരും വഹിച്ചിട്ടില്ല. എന്തിനാ ക്രിസ്തു മരിച്ചത്? പത്രോസ് അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂസിന്മേൽ കയറി.
ക്രിസ്തു നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ടാണ് ക്രൂസിൽ മരിച്ചത്, അല്ലാതെ കർത്താവ് തെറ്റ് ചെയ്തിട്ടല്ല. അത്രമാത്രം ദാരുണമായ ഒരു മരണം, ഈ ശിക്ഷ ഒഴിവാക്കാനാവത്തില്ല. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, പാപത്തിന്റെ ശമ്പളമാ മരണം. ആ ശിക്ഷ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്കും നിങ്ങൾക്കും പകരക്കാരനായി ക്രിസ്തു ഒരു പരിത്യാഗമാണ് ചെയ്തിരിക്കുന്നത്, പ്രതിപകര യാഗമാണ് ക്രിസ്തു ക്രൂസിൽ വരുത്തിയത്, അല്ലാതെ കർത്താവ് തെറ്റ് ചെയ്തിട്ടല്ല. അപ്പൊ കർത്താവിന്റെ മരണത്തിൽ കർത്താവ് നിസ്തുല്യനായിരുന്നു. മരിച്ചതിന് ശേഷം ഉയിർത്തെഴുന്നേറ്റതോ? ഇങ്ങനെ ആരും ഉയിർത്തെഴുന്നേറ്റിട്ടില്ല, സ്വയം ഉയിർത്തെഴുന്നേറ്റിട്ടില്ല. ദൈവം ഉയിർപ്പിച്ച പലരുണ്ട്, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കർത്താവ് സ്വയം ഉയിർത്തെഴുന്നേറ്റു. മരണത്തിന് കർത്താവിനെ പിടിച്ചുവെക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ. അപ്പോൾ ജനനത്തിൽ, ജീവിതത്തിൽ, മരണത്തിൽ, അടക്കപ്പെടലിൽ, പുനരുദ്ധാനത്തിൽ ക്രിസ്തു നിസ്തുല്യനാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, വളരെ വിലയേറിയ ഒരു സ്ഫടികപാത്രം നമ്മുടെ കൈവശം ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. ആര് കണ്ടാലും ആകർഷിക്കത്തക്ക ഒരു വളരെ വിലപിടിപ്പുള്ള ഒരു സ്ഫടികപാത്രം. അതിലേക്ക് സ്വന്തം ഉമിനീരൊന്ന് തുപ്പി, ഉമിനീരാന്ന് മനസ്സിലായി, തുപ്പലാന്ന് മനസ്സിലായി, അത് തിരിച്ചൊന്ന് കുടിക്കാമോ? വേറെ ആരുടെയുമല്ല, നമ്മുടെ തന്നെയാണ്. ഇതൊന്ന് കുടിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ആരും തയ്യാറാകത്തില്ല. സ്വന്തമായിട്ട് പോലും ആരും തയ്യാറാകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ചിന്തിച്ചു കൂട്ടിയ, ഞാനും നിങ്ങളും കണ്ടുകൂട്ടിയ, ഞാനും നിങ്ങളും കേട്ടുകൂട്ടിയ, ഞാനും നിങ്ങളും പറഞ്ഞു കൂട്ടിയ, ഞാനും നിങ്ങളും പ്രവർത്തിച്ചു കൂട്ടിയ നമ്മുടെ പാപത്തിന്റെ വിഴുപ്പുകെട്ടാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തത്. വേറൊരു മാർഗം ദൈവത്തിന്റെ മുമ്പാകെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് അത് തെരഞ്ഞെടുക്കുമായിരുന്നു. നമുക്ക് നിത്യജീവൻ തരാൻ, നിത്യശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി തീരുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ വകയായി തീരുവാൻ, നിത്യത ദൈവത്തോടൊപ്പം ചെലവിടുവാൻ ദൈവം ചെലവിട്ടവനാണ് തന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവിനെ അംഗീകരിക്കേണ്ടത്. ഇനിയും എങ്ങനെയാ അംഗീകരിക്കേണ്ടത്? കർത്താവിനെ അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെല്ലാം പറഞ്ഞു. എങ്ങനെയാ കർത്താവിനെ അംഗീകരിക്കേണ്ടത്? റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്തവരാണ് എന്ന് എനിക്കറിയാം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെയാ കർത്താവിനെ അംഗീകരിക്കേണ്ടത്. ഇത് സുപരിചിതമായ വാക്യമാണ്. എന്നാൽ പലരും ഉപദേശി പറഞ്ഞു, അതുകൊണ്ട് അങ്ങ് ഏറ്റുപറഞ്ഞു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. കാര്യം മനസ്സിലാക്കാതെ ഏറ്റുപറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഈ രണ്ട് വാക്യത്തിൽ ഈ മനസ്സിലാക്കേണ്ട രണ്ട് സുപ്രധാനമായ യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി വേണം ക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ. ഒന്ന്, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയണം. ഇത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. ആരോട് സുവിശേഷം പറഞ്ഞാലും, കേൾക്കാൻ മനസ്സുള്ള ആരോട് പറഞ്ഞാലും ഇത് ഞാൻ വ്യക്തമായിട്ട് പറയും. പറയാതിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ യേശുവിനെ കർത്താവെന്നാണോ വിളിക്കുന്നത്? അതെ, കർത്താവെന്നാണ് വിളിക്കുന്നത്. എന്താ ഈ വാക്കിന്റെ അർത്ഥം? അതറിഞ്ഞുകൂടാ. ഓർമ്മ വെച്ച നാളെ മുതൽ വിളിക്കുന്നതാ. യേശുവെ കർത്താവെന്നെല്ലാം വിളിക്കുന്നുണ്ട്. എന്താ ഈ വാക്കിന്റെ അർത്ഥം? അതറിഞ്ഞുകൂടാ. അപ്പൊ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിങ്ങളൊരു ക്രൈസ്തവ ഭവനത്തിൽ ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നതാണ്. മറ്റൊരു വീട്ടിലായിരുന്നെങ്കിൽ മറ്റു പല പേരുകൾ പറയുമായിരുന്നല്ലോ. മറ്റു പശ്ചാത്തലത്തിലായിരുന്നെങ്കിൽ ആ പേരുകൾ പറയുമായിരുന്നു. അതിനു പകരം ഈ പശ്ചാത്തലത്തിലായതുകൊണ്ട് ഈ പേര് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അർത്ഥം മനസ്സിലാക്കി പറഞ്ഞതോ വിളിച്ചതോ അല്ല. കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം നിയന്ത്രിക്കുന്നവൻ എന്നാണ്. നിയന്ത്രിക്കുന്നവൻ. മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ ടെലിവിഷനുണ്ട്. അതിനൊരു റിമോട്ട് കൺട്രോൾ ഉണ്ട്. ദൂരത്തിരുന്ന് നിയന്ത്രിക്കുന്ന സാധനം, അതിനാണ് റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. ടിവിയുടെയും റിമോട്ടിന്റെയും ഒരു മെക്കാനിസവും പഠിച്ചിട്ടില്ലെങ്കിലും, ഒരു വിദ്യാഭ്യാസവും ഇല്ലെങ്കിലും മിനിമം 5 കാര്യങ്ങൾ ആ റിമോട്ട് വെച്ച് ഒരു വ്യക്തിക്ക് ചെയ്യാം. ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, ചാനൽ മാറ്റാം, വോളിയം കൂട്ടാം, വോളിയം കുറയ്ക്കാം. എന്നാൽ ടിവി ഒരിക്കലും ഇത് ടിവിയുടെ ഇഷ്ടത്തിന് ചെയ്തിട്ടില്ല. ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അയാളുടെ ഇഷ്ടപ്രകാരമായിരിക്കും ടിവി വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ റിമോട്ട് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അയാളാണ് ആ ടിവിയുടെ കർത്താവ്. കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം നിയന്ത്രിക്കുന്നവൻ, വൺ ഹൂ കൺട്രോൾസ്. അപ്പോൾ യേശുവിനെ കർത്താവ് എന്ന വായ കൊണ്ട് ഏറ്റുപറയണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ ജീവിതമാകുന്ന ടിവിയുടെ റിമോട്ട് ഞാൻ യേശുവിന് വിട്ടുകൊടുക്കണമെന്നാണ്. എന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത്. സംശയമുണ്ടോ? സംശയമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഭർത്താവിനോട് ചോദിക്കാതെ എനിക്ക് ഒരു കാര്യം ചെയ്യാനൊക്കത്തില്ല. ശരിയാ, ഭാര്യയോട് ഇഷ്ടം നോക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, നോക്കണം. മക്കളുടെ ഇഷ്ടം നോക്കണം, മാതാപിതാക്കളുടെ ഇഷ്ടം നോക്കണം, സഹോദരങ്ങളുടെ ഇഷ്ടം നോക്കണം, കൂട്ടുകാരുടെ ഇഷ്ടം നോക്കണം. എല്ലാം ശരിയാണ്, ഒന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ കർത്താക്കന്മാർ. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ മനസ്സെത്തുന്നിടത്ത് കയ്യും കാലും എത്തുന്ന ഒരു പ്രായമുണ്ടല്ലോ, തൻ്റെടിയായി നടക്കുന്ന പ്രായം. ആ പ്രായത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ട്, കൂട്ടുകാരിയോട് ചോദിച്ചിട്ടുണ്ട്, എടാ ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നത്, നീ ആരാടാ ചോദിക്കാൻ? ചോദിച്ചിട്ടില്ലേ? ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ജീവിതത്തിന്റെ കർത്താവ് ആരാ? എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ ഞാനാ. യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ ജീവിതത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഞാൻ യേശുവിന് വിട്ടുകൊടുക്കുന്നു. ഇന്നു മുതൽ യേശു എന്റെ ജീവിതത്തിന്റെ കർത്താവായിരുന്ന് എന്നെ തന്നെ നിയന്ത്രിക്കുന്നതിന് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നു എന്നൊരു ഏറ്റുപറച്ചിലാണ്. ഇഫ് യു കൺഫസ് ജീസസ് ആസ് ദ ലോർഡ്, യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയണം. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ടു. ക്രൂശിക്കപ്പെട്ടാൽ എന്നാ സംഭവിക്കുന്നത്? മരിച്ചു പോവും. അപ്പൊ നീ ഇപ്പൊ ജീവിക്കുന്നതോ? ഞാൻ പറഞ്ഞു തീർന്നില്ല, ബാക്കിയൂടെ ഉണ്ട്. എന്താ? ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതോ ഞാനല്ല, ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താൽ ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പൊ ഇന്നലെ വരെ ആരായിരുന്നു? ഞാനായിരുന്നു. എന്നാൽ ഇപ്പോഴോ? ഇപ്പോൾ മുതൽ ഞാനല്ല, ക്രിസ്തുവായി എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ ഇപ്പൊ കാണുന്ന ഞാനില്ലേ, അത് ഇന്നലത്തെ പൗലോസ് അല്ല, ഇന്നത്തെ പൗലോസാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അവന്റെ മുഖത്ത് നോക്കി മാത്രമേ ക്രിസ്ത്യാനി എന്ന് വിളിക്കാനായിട്ട് കഴിയുകയുള്ളൂ. പള്ളിയിൽ പേരുള്ളതുകൊണ്ടും വീട്ടിൽ വേദപുസ്തകമുള്ളതുകൊണ്ടും പള്ളിയിൽ പോയതുകൊണ്ടും ക്രിസ്ത്യാനി എന്നുള്ള പേരുള്ളതുകൊണ്ടും പ്രാർത്ഥിച്ചതുകൊണ്ടും ആരും ക്രിസ്ത്യാനിയാവില്ല. ക്രിസ്ത്യാനിയാകണമെങ്കിൽ ക്രിസ്തു ഉള്ളിൽ വരണം, ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കണം, പാപമോചനത്തിന് വേണ്ടി ക്രിസ്തുവിനെ അംഗീകരിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് പാപമോചനം കിട്ടുന്നത്, രക്ഷിക്കപ്പെടുന്നത്, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. പിന്നെ അതെനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യേശു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈസ്റ്റർ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ശരിയാ, പ്രായം നോക്കിയാൽ അത്രയും വർഷങ്ങളുടെ ഈസ്റ്റർ പെരുന്നാളുകൾ ആഘോഷിച്ചല്ലോ. എന്തിനാ ഉയർത്തെഴുന്നേറ്റത്? യേശു എന്തിനാ ഉയർത്തെഴുന്നേറ്റത്? അതറിഞ്ഞുകൂടാ. പലരും പറയും നമ്മുടെ പാപത്തിന് വേണ്ടിയാ യേശു ഉയർത്തെഴുന്നേറ്റത്. അപ്പൊ ഞങ്ങൾ ചോദിക്കും, അപ്പൊ യേശു മരിച്ചത് എന്തിനാ? അത് യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാ. അപ്പൊ യേശു എന്തിനാ ഉയർത്തെഴുന്നേറ്റത്? അതറിഞ്ഞുകൂടാ. ബൈബിളിനൊരു മറുപടിയുണ്ട്. റോമാലേഖനം 4-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ യേശു മരിക്കാനുള്ള കാരണവും യേശു ഉയർത്തെഴുന്നേൽക്കാനുള്ള കാരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു മരിക്കാനുള്ള കാരണം നമ്മുടെ പാപത്തിന്റെ മോചനം, യേശു ഉയർത്തെഴുന്നേൽക്കാനുള്ള കാരണം നമുക്ക് ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. തൊട്ടടുത്ത വാക്യം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നീതി ലഭിക്കുന്ന സ്ഥലം കോടതിയാ. കോടതി മുറിയിലേക്ക് ചെല്ലണം. അവിടെ ഒരു ജഡ്ജിയുടെ സീറ്റിരിപ്പുണ്ട്. ഇത് ദൈവത്തിന്റെ കോടതി, ദൈവമാണ് ഈ കോടതിയിലെ ജഡ്ജി. ഇവിടെയും ഒരു പ്രതിക്കൂടുണ്ട്, ഇവിടെ ഒരു സാക്ഷിക്കൂടുണ്ട്. ഏതൊരു മനുഷ്യനും നിൽക്കേണ്ടത് സാക്ഷിക്കൂട്ടിലല്ല, പ്രതിക്കൂട്ടിലാണ്. എല്ലാവരും പാപികളാണ്. പാപി ആയതുകൊണ്ടും ജനനം മുതൽ മരണം വരെയുള്ള സകല പാപങ്ങളും ചെയ്തതിന്റെ ലിസ്റ്റും ഒന്ന് കാണിച്ച്
നിത്യമായ നരകത്തിലേക്ക് പോയിക്കൊള്ളൂ എന്നൊരു വിധിയാണ് ഈ കോടതിയിൽ നിന്ന് വരേണ്ടത്. എന്നാൽ ഇവിടെ ഒരു സാക്ഷിക്കൂടുണ്ട്. ആ സാക്ഷിക്കൂടിൽ ഒരു സാക്ഷി നിൽപ്പുണ്ട്. സത്യസാക്ഷി, നിത്യസാക്ഷി, കർത്താവായ യേശുക്രിസ്തു ഒരു സാക്ഷ്യം പറയുകയാണ്. എന്ത് സാക്ഷ്യം? പിതാവേ, ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഇയാൾ കൂടെ വേണ്ടിയിട്ടാ ഞാൻ മരിച്ചത്. ഈ കോടതിയിൽ നിന്ന് ഇയാൾ കൂടെ വേണ്ടിയിട്ട് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഏതൊരു മനുഷ്യനും ദൈവമാവുന്ന ജഡ്ജിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇപ്രകാരം സമ്മതിക്കുകയാണ്: ദൈവമേ, ഞാൻ പാപിയാം, ഞാൻ മരിച്ചാൽ നരകത്തിലേക്കാണ് പോകേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു എന്നെ സ്നേഹിച്ച് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചെന്നും എനിക്ക് ഈ കോടതിയിൽ നിന്ന് നീതി തരാൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റെന്നും ഞാൻ കേട്ടു. പൂർണ്ണ മനസ്സോടെ ഞാനത് വിശ്വസിക്കുന്നു. ഈ യേശുവിനെ എന്റെ ജീവിതത്തിന്റെ കർത്താവായി ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ആ വ്യക്തി ഇത് ദൈവത്തിന്റെ കോടതിയിൽ ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നത് കൊണ്ടും ഓൾറെഡി യേശുക്രിസ്തു ഇവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ടും ഒരേ തെറ്റിന് രണ്ടുപേരെ ശിക്ഷിക്കാൻ നിയമം അനുശാസിക്കാത്തത് കൊണ്ടും നീതി തന്നതായി പ്രഖ്യാപിച്ച് നിരുപാധികം ഈ കോടതിയിൽ നിന്ന് വിട്ടയക്കും. എങ്ങോട്ട്? സ്വർഗത്തിലേക്ക്. കർത്താവ് പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുകയില്ല. അത് തന്നെയാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ച വാക്യം പറഞ്ഞത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, അഥവാ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനമുണ്ട്. ഇങ്ങനെയാണ് ഒരാൾ ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ടത്. അടുത്ത അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം യേശുവും ശിഷ്യന്മാരും അക്കരയ്ക്ക് പോയി. ആ വാർത്ത അറിഞ്ഞ് കുറെ ആളുകൾ വള്ളവും വാടകയ്ക്കെടുത്ത് കർത്താവിന്റെ പിന്നാലെ അന്വേഷിച്ചു ചെന്നു. നീ എപ്പോഴാണ് ഇവിടെ വന്നത്? ഞങ്ങൾ കുറെ നേരമായി നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അപ്പം തിന്നതുകൊണ്ട്, വിശപ്പ് മാറിയതുകൊണ്ട്, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്, അല്ലാതെ ദൈവവചനം കേൾക്കാൻ വേണ്ടിയിട്ടല്ല. എന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല. ജീവന്റെ വചനമായ, ജീവന്റെ അപ്പമായ എന്നെ നിങ്ങൾക്ക് വേണ്ട. ഞാൻ തന്ന അപ്പം മതിയായിരുന്നു നിങ്ങൾക്ക്. അതിനുവേണ്ടിയാണ് നിങ്ങൾ എന്നിൽ വിശ്വസിച്ചത്. ഇതിനുവേണ്ടി ആരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലോകത്തിലെ ജീവിതത്തിന്റെ സൗകര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ആരും യേശുവിൽ വിശ്വസിക്കേണ്ട. അത് തന്നെയാണ് ബൈബിളും പറയുന്നത്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഈ ലോകത്തിൽ, ഈ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ പേരാ യുക്തിവാദികൾ. നാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ വിശ്വസിക്കാതെ ചെയ്യുന്നുണ്ട്. വീട് വാങ്ങുന്നുണ്ട്, സ്ഥലം വാങ്ങുന്നുണ്ട്, വീട് വെക്കുന്നുണ്ട്, കുടുംബജീവിതം ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, ഡോക്ടർക്ക് മരുന്നിനും പൈസ കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ നമ്മളും ചെയ്യുന്നുള്ളൂ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രമായിട്ട് ആരും യേശുവിൽ വിശ്വസിക്കേണ്ട എന്ന് തന്നെയാണ് ബൈബിളും പറയുന്നത്. അപ്പോൾ യേശുവിൽ എന്തിനാ വിശ്വസിക്കേണ്ടത്? നിത്യജീവന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവനായി തീരുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ വകയായി തീരുന്നതിന് വേണ്ടിയിട്ടാണ് യേശുവിൽ വിശ്വസിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും. അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. സീരിയസ് നെഗ്ലിജൻസ്. 44-ാമത്തെ വാക്യം: തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? Neglect to be praised by God, but by men. മനുഷ്യരാലുള്ള മാനം ആവശ്യമാണ്, ദൈവത്താലുള്ള മാനം വേണ്ട. ദൈവം ഞങ്ങളെ ആദരിക്കേണ്ടതേ, ഞങ്ങളെ മനുഷ്യൻ ആദരിച്ചാൽ മതി. അതാ അതിന്റെ അർത്ഥം. അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അങ്ങാടിയിൽ വന്ദനം എന്ന് പറഞ്ഞാൽ 4 ആൾ കൂടുന്നെടുത്ത് എല്ലാവരുടെയും മുമ്പിൽ മിടുക്കനാവണം. അത്താഴത്തിൽ പ്രധാന ഇടം, അദ്ദേഹം വന്നിട്ട് എല്ലാവർക്കും ഇരിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം കഴിച്ചു തുടങ്ങിയാലേ ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. എവിടെ ചെന്നാലും ഇരിപ്പിടം കിട്ടണം, എല്ലാവരും ബഹുമാനിക്കണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തോർത്തെടുത്ത് അരയിൽ കെട്ടി പഞ്ചപുച്ഛം അടക്കി നിൽക്കണം. എല്ലാവരാലും മാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. മനുഷ്യരാലുള്ള മാനമാത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം: യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തുവെന്നു ഏറ്റുപറയുന്നവൻ
പള്ളിഭൃഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. ഓക്കെ, അവിടെ ജന്മന അന്ധനായ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. കർത്താവ് അവന് കാഴ്ച കൊടുത്തു. ഈ വിവരമറിഞ്ഞ യഹൂദന്മാരുടെ പ്രമാണികൾ അവന്റെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. നിങ്ങളുടെ മോൻ അന്ധനല്ലായിരുന്നു? അതെ. പിന്നെ അവനെങ്ങനെയാ കാഴ്ച കിട്ടിയത്? അവർ പറഞ്ഞു, വളരെ ടാക്റ്റിക്കായിട്ടുള്ള ഒരു മറുപടി അവർ കൊടുത്തു. എന്താ, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദ്യം അവനെങ്ങനെയാ കാഴ്ച കിട്ടുന്നത്? അവൻ പറയും. എന്താ അവർ പറയാഞ്ഞത് എങ്ങനെയാ കാഴ്ച കിട്ടിയെന്നുള്ളത്? യേശുവിനെ ക്രിസ്തുവെന്ന് ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അവിടെ യോഹന്നാൻ പറയുകയാണ്, ഐ ആം നോട്ട് വൺ അമംഗ് ദം. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടയാളായില്ല, ആയിരുന്നു, ഇപ്പോഴല്ല. ഞാനിപ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യനാണ്, ആ ഗ്രൂപ്പിൽ ഞാനില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായി, യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടയാളല്ല, ഞാൻ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ്. ആര് നിമിത്തം? യേശുക്രിസ്തു നിമിത്തം. യേശുക്രിസ്തുവിനെ അംഗീകരിച്ചതുകൊണ്ട്, യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്തതുകൊണ്ട്, യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്നതുകൊണ്ട്, ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ്. 12-ാം അധ്യായത്തിന്റെ 22, 42, 43 വാക്യങ്ങളിലൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 42, 43 വാക്യങ്ങൾ. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭൃഷ്ടർ ആകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും. അവർ മതി. പള്ളിയിലെ പ്രമാണിമാർ പലരും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുവിനെ ക്രിസ്തുവെന്ന് അംഗീകരിച്ചു. പക്ഷേ പുറത്തു പറയാൻ പേടിയായിരുന്നു. എന്താ കാരണം? പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെടും. പാരമ്പര്യമുണ്ട്, അതിന് കോട്ടം തട്ടും. കുടുംബ പേരുണ്ട്, അതിന് കോട്ടം തട്ടും. ബാക്കിയുള്ളവർ ഞങ്ങളെ പ്രതി വേദനിക്കേണ്ടതായിട്ട് വരും. ഞാൻ യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് എന്റെ കുടുംബത്തിന് ദോഷം വരുമെന്നേ, കുടുംബ പേര് നശിക്കും. അങ്ങനെ മനുഷ്യരാലുള്ള ഭയം, അവരാലുള്ള ബഹുമാനം ആഗ്രഹിച്ചതുകൊണ്ട് ദൈവത്താലുള്ള മാനം അംഗീകരിക്കാതെ പോയി. ഇന്നും അതാ സംഭവിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, എന്റെ നിമിത്തമോ സുവിശേഷ നിമിത്തമോ ആർക്കെങ്കിലും വീടോ അപ്പനോ അമ്മയോ ഭാര്യയോ സഹോദരനോ സഹോദരിയോ നഷ്ടപ്പെട്ടാൽ ഈ ലോകത്തിൽ തന്നെ അപ്പനും അമ്മയും സഹോദരനും സഹോദരിയും എല്ലാവരും വീടും കഷ്ടതയോടുകൂടെ ഇവരെല്ലാം 100 മടങ്ങ് നിങ്ങൾക്ക് ലഭിക്കും. പത്രോസ് ചോദിച്ചു, എല്ലാം വിട്ടിട്ടാ ഞങ്ങൾ നിന്റെ പിന്നാലെ വന്നത്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? നിത്യജീവന കർത്താവിന്റെ കയ്യിലിരിക്കുന്നത്. അതിനാ വില കൊടുത്തത് പത്രോസും കൂട്ടരും. ഇന്ന് കർത്താവിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടും, നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും, അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും ഹൃദയം കർത്താവിന് കൊടുക്കാതെ മനുഷ്യരാലുള്ള മാനത്തിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. ദൈവത്താലുള്ള മാനം ആവശ്യമില്ലെന്നാ അവർ പറയുന്നത്. എന്നാൽ ദൈവം മാനിക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. 12-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നെ അനുഗമിക്കുന്നവനെ പിതാവ് മാനിക്കും, ഞാൻ ഇരിക്കുന്നയിടത്ത് അവനും ഇരിക്കും. അപ്പോൾ പിതാവിനാൽ മാനിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അതിനൊരു ഓപ്പോസിറ്റ് ഉണ്ട്, അതിനൊരു മറുവശമുണ്ട്. എന്താണെന്നറിയാമോ? ഭൂലോകരും സ്വർലോകരും അധോലോകരും ഏറ്റുപറയുന്ന യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയുന്ന ഒരു ദിവസമുണ്ട്. എ ഡേ ഓഫ് പണിഷ്മെന്റ്. അന്ന് യേശുവിനെ അംഗീകരിച്ചിട്ട് നിത്യമായ നരകത്തിലേക്ക് പോകേണ്ടുന്ന ഒരു ദിവസം ദൈവം നിയമിച്ചു വെച്ചിട്ടുണ്ട്. മൂക്കിൽ ശ്വാസമുള്ളപ്പോൾ ഇന്ന് എന്ന് പറയുന്നിടത്തോളം, നാളത്തെ ദിവസത്തെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ലാത്തിടത്തോളം കാലം നിത്യജീവൻ ആവശ്യമുണ്ടോ? യേശുവിനെ അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയുമില്ല കേട്ടോ. ഒരു മുന്നറിയിപ്പ് കൂടെ തന്നിട്ടാണ് യോഹന്നാൻ ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ആ മുന്നറിയിപ്പ് ഇതാണ്: ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കുകയില്ല. പിന്നെയോ, നിങ്ങളെ കുറ്റം വിധിക്കുന്നവനുണ്ട്, ന്യായം വിധിക്കുന്നവനുണ്ട്. ആരാന്നറിയാമോ? മോശെ എന്ന് പറഞ്ഞാൽ മോശെ എഴുതിയ തിരുവെഴുത്ത്. നിങ്ങൾ പരിശോധിച്ച, നിങ്ങളുടെ വീട്ടിലുള്ള, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള, നിത്യജീവനുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുള്ള യേശുക്രിസ്തുവാണ് ഏക കർത്താവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള, നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ബൈബിൾ തന്നെ നാളെ നിങ്ങളെ ന്യായം വിധിക്കും. ഏതാ വേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കണം. സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്.
കർത്താവ് ആരെയും നിർബന്ധിക്കുകയില്ല. വേണ്ടതെല്ലാം കർത്താവ് ചെയ്ത് 21 നൂറ്റാണ്ടുകളായി ലോകത്തിൽ മനുഷ്യവാസമുള്ളിടത്തെല്ലാം ദൈവം ഈ സന്ദേശം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയിക്കപ്പെടുന്ന വ്യക്തികൾ മരിച്ചു മൺമറഞ്ഞു പോയെങ്കിലും ഈ സന്ദേശത്തിന് അന്നും ഇന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇതല്ലാതെ മാനവരാശിക്ക് രക്ഷയൊരുക്കുവാനായിട്ട് ദൈവം വേറൊരു മാർഗവും ഒരുക്കിയിട്ടുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ഈ രക്ഷ സ്വന്തമാക്കിയിട്ടില്ല എങ്കിൽ, നിത്യജീവന് വേണ്ടി യേശുവിനെ സമീപിച്ചിട്ടില്ല എങ്കിൽ, ഈ രാത്രിയിൽ തന്നെ നിങ്ങളുടെ ഹൃദയം യേശുവിനെ തുറന്നുകൊടുത്ത് നിത്യജീവന് വേണ്ടി യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെന്ന് ദൈവകൽപ്പനകൾ പ്രമാണിച്ച് തെളിയിച്ചുകൊണ്ട് ദൈവം ആദരിക്കുന്ന ആ ദിവസത്തിനു വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം വളരെ ശക്തിയോടെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കേണ്ട യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഒരുപക്ഷെ സുവിശേഷം സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ടാവാം, പക്ഷെ അവൻ ഏറ്റുപറയാൻ തയ്യാറാകുന്നവർ വളരെ ചുരുക്കമായിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ തകർത്തുകൊണ്ടൊഴുക്കിയ ഈ അനുഗ്രഹിക്കപ്പെട്ട രക്ഷയ്ക്ക് പങ്കാളികളാകാൻ ഒരു സന്ദർഭം, ഒരു ദിവസം, ഒരു രാത്രി ദൈവം നമ്മെ സഹായിച്ചു. തൻ്റെ വചനം പറയാൻ നേരം ദാസനെ സഹായിച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെ ആരെങ്കിലും ഇതുവരെ യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് അവന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ തിക്താനുഭവങ്ങളും ദൈവാത്മാവ് നമ്മളെ കേൾപ്പിച്ചു. ഒരു നിത്യമായ മരണത്തിൻ്റെ നിത്യനരകം നമ്മളെ കാത്തിരിക്കുന്നു. അല്ല, നിത്യതയിൽ ദൈവപുത്രനോടും സ്വർഗത്തിലും ജീവിക്കാൻ കഴിയുന്നൊരു ജീവിതവും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ കർത്താവിൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്ന് വിശ്വസിച്ച് അതല്ലാതെ രക്ഷയ്ക്ക് വേറെ യാതൊരു വഴിയുമില്ല എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് രക്ഷാ ദിവസമാക്കി ദൈവം സന്ദേശം തരുകട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് തീർച്ചയായിട്ടും അത് ഹൃദയത്തിൽ ഏറ്റുപറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കരങ്ങളൊന്ന് ഉയർത്തിയാൽ ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു രാത്രി ദൈവം തന്ന കൃപ നന്ദിയോടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ നമുക്കൊരു സാഹചര്യം ദൈവം തന്നത് കളയാതെ നഷ്ടമാക്കാതെ ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ, ഈ കർത്താവിലേക്ക് വരുവാൻ, ഈ സ്വർഗദേശം സ്വന്തമാക്കാൻ ആർക്കെങ്കിലും അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിയാൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇല്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിക്കുകയാണ്. എന്നാൽ അതിന് മുമ്പായിട്ട് ഒന്നിൻ്റെ കാര്യങ്ങൾ പ്രസ്താവിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് ഒരു നോട്ടീസും കൂടെ വായിക്കാനുണ്ട്. അതുകൂടെ വായിക്കുന്നു. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ബ്രദറൻ സഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കോട്ടയം കൺവെൻഷൻ 2024 കോട്ടയം തിരുനക്കര മൈതാനത്ത് ഈ മാസം ഡിസംബർ 12 മുതൽ 15 വരെ ഏവർക്കും സ്വാഗതം. പ്രഭാത ധ്യാനം രാവിലെ 8 മുതൽ 9 വരെ, ബൈബിൾ ക്ലാസ് വൈകിട്ട് 4:30 മുതൽ 5:30 വരെ, ഗാനശ്രൂഷ വൈകിട്ട് 5:30 മുതൽ 7 വരെ, സുവിശേഷ സന്ദേശം വൈകിട്ട് 7 മുതൽ 8 വരെ. ഈ മീറ്റിംഗ് കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ച് കൺവെൻഷൻ നടക്കുന്നത് രാവിലെ പ്രഭാത ധ്യാനമുണ്ട്, അതുപോലെ ബൈബിൾ ക്ലാസ് ഉണ്ട്, അതുപോലെ സംഗീത സദസ്സുണ്ട്, അതുപോലെ സുവിശേഷ സന്ദേശമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ യോഗത്തിന് കടന്നു ചെല്ലാനായിട്ട് വിനീതമായിട്ട് ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ഒരു മംഗളഗാനം നമുക്ക് കേൾക്കാം. അതിനുശേഷം സുവിശേഷകൻ കരിപ്പത്തട്ടിൽ നിന്ന് കടന്നിരിക്കുന്ന കരിപ്പത്തട്ട് സഭയിലെ ശുശ്രൂഷകനും സുവിശേഷകനുമായിരിക്കുന്ന പ്രിയ ബിജു മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിപ്പിക്കുന്ന.
അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശനും ഇഹലോകമതിമനുജ മകനായി വന്നവന് സകലാധികാരമുള്ള മനുവേലന് ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശന് ഇഹലോകമതിമനുജ കാഹളങ്ങൾ ധ്വനിച്ചിടവേ മേഘാഗ്നി ജ്വലിച്ചിടവേ മേഘമൊടു ദൂതഗണം പാഞ്ഞു വരവേ കാഹളങ്ങൾ ധ്വനിച്ചിടവേ മേഘാഗ്നി ജ്വലിച്ചിടവേ മേഘമൊടു ദൂതഗണം പാഞ്ഞു വരവേ അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശനും പരമസുതരായോർക്ക് പാരിടമടക്കിയും പരമശാലേം പുരി പാരിതിലിറക്കിയും പരമസുതരായോർക്ക് പാരിടമടക്കിയും പരമശാലേം പുരി പാരിതിലിറക്കിയും അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശനും ഇഹലോകമതിമനുജ മകനായി വന്നവന് സകലാധികാരമുള്ള മനുവേലന് ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശനും ഇഹലോകമതിമനുജ മകനായി വന്നവന് സകലാധികാരമുള്ള മനുവേലന് ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം. എല്ലാവരോടും ഒരു വാക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യം സർവശക്തനായ ദൈവം എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി തന്നു. കഴിഞ്ഞ ദിവസവും മഴയുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഒരു തുള്ളി മഴ പോലും പെയ്യാതെ സർവശക്തൻ സഹായിച്ചു. ദൈവത്തോടുള്ള എല്ലാ നന്ദിയും മഹത്വവും അർപ്പിക്കുന്നു. അതുപോലെ കടന്നു വന്ന ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് തന്നെ നന്ദി അറിയിക്കുന്നു. വളരെ ശാന്തമായി ദൈവവചനം കേൾക്കുകയും ശാന്തമായി ഇരിക്കുകയും കടന്നു വരികയും ചെയ്ത നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിനും വിനോദത്തോടുകൂടെ നന്ദി പറയുന്നു. അതുപോലെ ഇവിടെയുള്ള തൊട്ടടുത്തുള്ള ഒരു ബ്രദർ അസംബ്ലിയുണ്ട്, അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിച്ചത്. പ്രിയ ബേവിച്ചാനെ എല്ലാവർക്കും അറിയാം, അദ്ദേഹമാണ് ഈ സഭയുടെ ചുമതല വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വഭാവങ്ങളുടെയും മറ്റ് സഹോദരന്മാരുടെയും പ്രയത്നം കൊണ്ടാണ് ഇതുപോലെ കൺവെൻഷൻ നടക്കാനിടയായത്. തുടർന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാനായിട്ട് ദൈവവചന കേൾവി കൂടുതൽ ഉണ്ടാകുവാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ. ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ഇപ്പോൾ പ്രിയ ബിജു സഹോദരൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ്
നമുക്ക് പിരിഞ്ഞു പോകാം. എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആകാശത്തെ വിരിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ട വലിയവനായിരിക്കുന്ന ദൈവമേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നല്ലോ. ആകാശവിധാനം അങ്ങയുടെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നല്ലോ. പകൽ പകലിന് വാക്ക് കൊടുക്കുന്നല്ലോ. രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നല്ലോ. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദമില്ല. ദൈവമേ, അവിടുന്ന് എത്രയോ വലിയവനാണ്. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാനവരക്ഷയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ, അടക്കപ്പെട്ടവൻ, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവിന് ഞങ്ങൾ സകല മഹത്വവും കരയേറ്റുന്നു. കർത്താവേ, അവിടുന്നാണ് മരിച്ചവൻ, അവിടുന്നാണ് അടക്കപ്പെട്ടവൻ, അവിടുന്നാണ് ഉയർത്തെഴുന്നേറ്റവൻ. ഉലകമഹാന്മാർ അഖിലരും ഈ ഭൂമിയിൽ മരിച്ചടക്കപ്പെട്ടപ്പോൾ യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇല്ലിയുള്ളവന്റെ പ്രദേശത്ത് വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ വലിയവനായ ദൈവം നൽകിയ മഹാഭാഗ്യത്തിനായി സ്തോത്രം. പാപനിമിത്തം നിത്യജീവൻ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിലൂടെ നിത്യജീവൻ നൽകുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങേ കൈക്കൊണ്ട് അങ്ങയുടെ മക്കളായി തീരുവാൻ ഞങ്ങൾക്ക് ലഭിച്ച മഹാഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി അടുത്തും അകലെയുമായി ഈ വചനം കേട്ട അനേക പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിനെ സ്വീകരിച്ച് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന് കൊടുത്ത വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ആരംഭം മുതൽ അവസാനം വരെ അങ്ങയുടെ വചനം കർത്താവെ പ്രസംഗിക്കുവാൻ അങ്ങയുടെ ദാസനെ സഹായിച്ചതിനായി തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. പള്ളി ഭ്രഷ്ടരാക്കും എന്നുള്ള ഭയത്താൽ അങ്ങേക്ക് വേണ്ടി ജീവിതം കൊടുക്കാത്ത അനേകരെ കുറിച്ച് ഞങ്ങൾ കേൾക്കുവാനിടയായി തോന്നുന്നു. എന്നാൽ കൃപയാൽ വലിയവനായിരിക്കുന്ന ദൈവമേ, ആര് പള്ളി ഭ്രഷ്ടരാക്കി തീർത്താലും, ആര് ഞങ്ങളെ അവഗണിച്ചാലും, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഞങ്ങളുടെ ജീവിതം നൽകുക ഞങ്ങളോട് പ്രസാദം തോന്നിയതിനായി നന്ദിയോടെ സ്തോത്രം. ഇത്ര വലിയ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകി എന്നുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. ഓരോ ദൈവവചനങ്ങൾ കേൾക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ആകർഷിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എത്ര നല്ലവനും കർത്താവ് എത്ര ഉന്നതനുമാണ്. കർത്താവേ, വലിയ ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. അങ്ങയുടെ ദാസന് കൊടുത്ത വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ ദാസനെ വലിയവനായ ദൈവം വിളിച്ചു, വേർതിരിച്ചു, അങ്ങയുടെ പക്ഷത്താക്കി എന്ന് കർത്താവിന് വേണ്ടി പ്രസംഗിക്കുവാൻ കർത്താവെ അങ്ങയുടെ ദാസനെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. പാടുവാനായിട്ട് കുഞ്ഞുങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. യോശുവായ്ക്കായും രൂത്തിനായി സ്തോത്രം. പ്രിയമകൻ പറഞ്ഞതുപോലെ ഈ തിരുവചനം അനുസരിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളുടെ ഭവനം ഈ ലോകത്ത് കാണത്തില്ല എന്നുള്ള വാക്ക് പ്രിയമാനിലൂടെ കേൾക്കുവാനിടയാക്കിയല്ലോ കർത്താവേ. ഇന്ന് അങ്ങയെക്കുറിച്ച് എല്ലായിടത്തും പാടുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദി കർത്താവേ. അവരുടെ മാതാപിതാക്കൾക്ക് ഇത് കണ്ട് സന്തോഷിക്കുവാൻ, ഞങ്ങൾക്ക് ഇത് കണ്ട് സന്തോഷിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ മുറ്റം ഈ നിലയിൽ കർത്താവിനെ ഉയർത്തുവാൻ അനുവദിച്ചു നൽകിയ ഈ ഭവനത്തിനായി നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് കുഞ്ഞച്ചാനായി നന്ദി. അങ്ങയെ സ്വീകരിച്ച് അങ്ങയുടെ മകനായി തീരുവാൻ ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം. ഈ ഭവനത്തെ പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകമായി 1990 ബേബിച്ചാനെയും കുടുംബത്തെയും വലിയവനായ ദൈവം ഇല്ലുവിളവിൽ നിന്ന് രക്ഷിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന എല്ലാ സന്തോഷത്തിനായി നന്ദി. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ പ്രദേശത്ത് അറിയിക്കുക എന്നുള്ള പ്രിയപ്പെട്ടവന്റെ ആഗ്രഹം, സഭയുടെ ആഗ്രഹത്തിനായി സ്തോത്രം. മക്കളെ കൊടുത്തു, അവരൊക്കെയും കർത്താവിനെ അറിയുവാൻ വലിയവനായ ദൈവം ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം. ഇന്നലെ രാത്രിയിലും മഴയായിരുന്നുവെങ്കിലും എന്റെ കർത്താവിനോട് ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകിയതിനായി നന്ദി കർത്താവേ. ഒരു തുള്ളി വെള്ളം പോലും ഈ പ്രദേശത്ത് വീഴാതെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി ഇസ്രായേലിനെ നടത്തിയ ദൈവം
ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് അനുകൂലമാക്കിയതിനായി സ്തോത്രം. ഇതിന്റെ സൗണ്ടും ഇതിന്റെ എല്ലാ കാര്യങ്ങളും കർത്താവെ അവിടുന്ന് അനുകൂലമാക്കിയതിനായി സ്തോത്രം. അനേക സ്ഥലങ്ങളിലിരുന്ന് ഈ വചനം കേട്ടവർക്കായി നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനായി നന്ദിയോട് സ്തോത്രം. എല്ലാവരെയും വലിയവനായ ദൈവം ഇരുവരെയും സഹായിച്ചതിനായി തിരുനാമത്തിന് നന്ദി. എല്ലാ മഹത്വവും അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഏവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ.